السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ തളിപ്പറമ്പ് മണ്ഡലം പ്രോഗ്രാമിലാണ് അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഈ ലഹരി വിരുദ്ധ സമ്മേളനത്തിൻ്റെ ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം എന്ന മഹത്തായ ഒരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ വേദിയെ ധന്യമാക്കിയ അധ്യക്ഷരെ, വൈകുന്നേരം ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളെ, മഗ്രിബാനന്തരം വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഷെരീഫ് കാര സാഹിബ് അവർകളെ, ഒരുപാട് സ്നേഹവും ബഹുമാനവും കരുതലും എല്ലാം നൽകുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥിക്കുന്നവരെ, സഹോദരങ്ങളെ, മനുഷ്യരാശിയെ മുഴുവനും ആഴമേറി സ്പർശിച്ച് കടന്നു പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണല്ലോ നമ്മൾ. ഇത്തരത്തിലുള്ള വിഷയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ജനവിഭാഗത്തെയോ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ള കാര്യമാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അധർമ്മങ്ങളുടെ, അരാജകത്വങ്ങളുടെ കുത്തൊഴുക്കുകൾ നടക്കുന്ന കാലത്ത് ധർമ്മം സ്ഥാപിക്കാൻ യുഗപുരുഷന്മാർ വരും എന്നാണ് ആർഷഭാരത ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ബഹുസ്വരതയുടെ നാടാണ് ഇന്ത്യ. ഒരുപാട് മതദർശനങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ച ഒരു നാട്ടിൽ മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് ഒരു ചുള്ളി മദ്യം കുടിക്കാത്ത പൗരന്മാർ ജീവിക്കുന്ന ഒരു നാട് എന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജിയുടേത്. അതുപോലെ തന്നെ ചെത്തരുത്, കുടിക്കരുത്, വിൽക്കരുത്, മദ്യം ഭയാനകരമാണ് എന്നായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ മഹചരിതമാലയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും പ്രഖ്യാപിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒരു രാജ്യത്തിൻ്റെ ഉയർച്ചയുടെ അടിസ്ഥാന ഘടകം അവിടുത്തെ മേൻ പവറാണ്, യുവത്വത്തിനാണ് അതിനുള്ള കരുത്ത് എന്ന് വിശ്വസിക്കാത്ത രാഷ്ട്രീയ മീമാംസകന്മാർ ലോകത്തുണ്ടായിട്ടേയില്ല. ഉയർന്ന പൗരബോധമുള്ള യുവാക്കളിലൂടെയാണ് ഒരു രാജ്യത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നത് വളരെ ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകളിൽപ്പെട്ടതാണ്. യുവാക്കൾ തകർന്നു പോയാൽ രാഷ്ട്രത്തിൻ്റെ ശക്തി ചോർന്നു പോകും എന്നതിൽ അഭിപ്രായ ഭിന്നതയില്ല ഒരാൾക്ക്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ യുവത്വം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്
നമ്മൾ ആരും കരുതുന്നില്ല. ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തകർന്ന് രാജ്യത്തിന് ഉപകാരമില്ലാത്ത പൗരന്മാരായി മാറണമെന്നും നമ്മൾ ഒരാളും ആഗ്രഹിച്ചിട്ടില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ വക്താക്കൾ നശിച്ചു പോകണമെന്ന് അവർ വിചാരിക്കുന്നു എന്ന് നാം ആരും കരുതുന്നില്ല. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹൈന്ദവനും മയക്കുമരുന്നിന് അടിമപ്പെട്ട് തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്യാസിമാരും ഇന്ത്യ രാജ്യത്തില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ആത്മീയ മേഖലകളിൽ കഞ്ചാവും പെത്തഡിനും ബ്രൗൺ ഷുഗറും ഹശീഷും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്ന വാർത്ത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേവലം ഒരു വാർത്ത മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നുകൂടി അറിയുമ്പോഴാണ് ആത്മീയത പാലൂട്ടി വളർത്തുന്നവർ പോലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാണ് എന്ന് കേൾക്കുമ്പോഴാണ് വിഷയം എത്രമാത്രം ഗൗരവമേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് സമഗ്രമായ പരിഹാരത്തിന്റെ ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇട്ട ക്ലിപ്പ് പ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാമ്പസുകളിൽ ലഹരി അരങ്ങ് തകർക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അധ്യാപകർ ഉപയോഗിക്കുന്നു എന്നതും നമുക്കറിയാം. അവിടുത്തെ പ്രിൻസിപ്പൽ വരെ ഉപയോഗിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. തഹസിൽദാർ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം. എഞ്ചിനീയറും ഡോക്ടർമാരും നഴ്സുമാരും ഇത് ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം. അതെല്ലാം നമുക്കറിയുമ്പോഴും മതപണ്ഡിതന്മാർ വരെ ഇത് ഉപയോഗിക്കുന്നതായി ഉത്തരേന്ത്യയിലൊക്കെ വിവരമുള്ളപ്പോഴും ദർഗകളിൽ ഇത് വിൽക്കപ്പെടുന്നു എന്നതും പള്ളിയുടെ പുറത്ത് കഞ്ചാവ് വിൽക്കപ്പെടുന്നുണ്ട്, ഈ കഞ്ചാവ് പ്രശ്നമില്ലെന്നതും ഉസ്താദ് പ്രസംഗിച്ചതുവരെ നാം എല്ലാവരും കഴിഞ്ഞ നാളുകളിൽ കേട്ടുപോയതാണ്. എല്ലാവരുടെയും ചോദ്യം, പൂച്ചക്കാര് മണികെട്ടും. ആരാണ് ഈ മഹാ തോന്നിവാസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. കഴിഞ്ഞകാല ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ച ഫ്രണ്ടിലെ ബോർഡിൽ ഒന്ന് ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന വാചകമാണ്. സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വാചകമാണ്. അല്ലെ, ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ വാചകമാണത്. ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഒരു വ്യക്തി അയാൾ സ്വയം തീരുമാനിക്കണം, ഞാൻ എന്നതേ കഴിക്കൂ. പഞ്ചസാര എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഒരാൾക്ക് പഞ്ചസാര തരിയുടെ രൂപത്തിൽ ലഭിക്കപ്പെടുന്ന MDMA എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന മാംസം നിനക്ക് ഹാനികരമാണ്, അത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് ശരീരത്തെ കേടുവരുത്തുന്ന, മനസ്സിനെ കേടുവരുത്തുന്ന, കുടുംബത്തെ ശൈഥില്യമാക്കുന്ന, രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് വേണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയാത്തത് ഇച്ഛയെ നിയന്ത്രിക്കാനുള്ള പവർ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാഴ്ചപ്പാടുകളിലൊന്ന്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മനോഹരമായി മനുഷ്യന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന വിപ്ലവകരമായ ആത്മീയ ചൈതന്യത്തെ കുറിച്ച് കോറിയിടുന്നുണ്ട് അക്ഷരക്കൂട്ടുകൊണ്ട്. അതിങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. അവനെങ്ങാനും അതിനെ വിളിച്ചുണർത്തിയാൽ തീർച്ചയായും അവന് വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നിർവഹിക്കാൻ കഴിയും എന്ന് ദൈവിക ഗ്രന്ഥം പറയുന്നത്. നിങ്ങൾ സ്വയം നന്നാകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിനനുയോജ്യമായ സാഹചര്യങ്ങളെ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങൾക്ക് ഒരുക്കി തരും എന്നാണ് സൂറത്ത് റഅദ് പറയുന്നത്. പ്രവാചക തിരുമേനി ലോകത്തെ പഠിപ്പിച്ചൊരു വലിയ ഹദീസ് ഉണ്ട്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, അലാ നിങ്ങൾ അറിയണം, ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയണേ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയത്തിന്റെ ശുദ്ധിയിലൂടെയല്ലാതെ ലോകത്തെ മാറ്റാൻ ഒരാൾക്ക് സാധ്യമല്ല. ദൃഢചിത്തതയുള്ള മനസ്സിന്റെ ഉടമകൾക്കല്ലാതെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. താൻ എന്ത് കുടിക്കണം, താൻ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തന്റെ കൂട്ടുകാരന്റെ വൃത്തികെട്ട് തന്നോടുള്ള അല്ലെങ്കിൽ തന്നോട് പറയുന്ന നിർബന്ധത്തിന് വഴങ്ങേണ്ടവനാണ് കൂട്ടുകാരൻ എന്ന വിചാരമുണ്ടാകരുത്. എന്റെ കൂട്ടുകാരൻ എന്നോട് നന്മ കൽപ്പിച്ചാലേ ഞാനത് സ്വീകരിക്കുകയുള്ളൂ. അവൻ എനിക്ക് പ്രിയങ്കരനാണെങ്കിലും ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം.
കൂട്ടാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. കൂട്ടുകെട്ടിനേക്കാൾ മനോഹരമായ ഒന്നും ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന നാം ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? വളരെ പ്രധാനമായ ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം കേരളക്കരയിലെ മലയാളികൾക്ക് ഒരിക്കലും ഒരു നഷ്ടമുണ്ടാക്കില്ല എന്നത് അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി നിങ്ങളോട് ഞാൻ പറയുന്നു. അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്ന കാര്യമാണ്. അവന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. തീർച്ചയായും എന്റെ സംസാരത്തിൽ സ്ഖലിതങ്ങൾ വരാതിരിക്കാൻ നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പൈശാചിക ശക്തികൾക്ക് പ്രേരണ നൽകുന്ന ഒന്നും ഈ പ്രസംഗത്തിൽ ഉണ്ടാകരുതേ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ക്രൈസ്തവരെ, ഇവിടെ പ്രസംഗിച്ച വി ഷാജി എന്ന് പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റുകാരൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം അതിമനോഹരമായിട്ടാണ് അതിന്റെ ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. ഈ കുട്ടികൾ കേടുവരുന്നതിൽ മുഖ്യ പങ്ക് മാതാപിതാക്കൾക്കാണ് എന്ന് അദ്ദേഹം പറയുമ്പോ 1400 വർഷങ്ങൾക്കപ്പുറത്ത് തിരുദൂതരുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. നിന്റെ കുട്ടി കേടുവരുന്നുണ്ടെങ്കിൽ അടിസ്ഥാനം പിതാവേ നിനക്കാണ്, അടിസ്ഥാനം പിതാവേ മാതാവേ നിങ്ങൾക്കാണ്. നിങ്ങളുടെ മടിത്തട്ടിലാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർ പെത്തഡിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർ പ്രേമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, അവർ കൊട്ടേഷൻ പാർട്ടി ആകുന്നുണ്ടെങ്കിൽ, അവർ മോഷ്ടാക്കളാകുന്നുണ്ടെങ്കിൽ, അവർ ഭീകരവാദികളാകുന്നുണ്ടെങ്കിൽ, അവർ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാകുന്നുണ്ടെങ്കിൽ, അവർ അരാജകത്വവാദികളാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മ, നൊന്ത് പ്രസവിച്ച ഗർഭപാത്രത്തിന്റെ ഉടമയായ ഉമ്മ, നിങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കുകയും, ഇവിടെ ലോകത്ത് എല്ലാരും കേട്ടോ, അത് നിങ്ങൾ വിലയിരുത്തേണ്ടതില്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ വീടുകളിൽ ഇത് നടപ്പാക്കിയോ? പുറംലോകത്തേക്കല്ല നമ്മളിപ്പോൾ നോക്കുന്നത്, നമ്മുടെ സ്വന്തത്തിലേക്ക് നാം എത്ര കണ്ട് വിജയിക്കുന്നു. കാരണം സൂറത്ത് തഹ്രീം 66-ാം അധ്യായം 6-ാമത്തെ വചനം മനസ്സിരുത്തി വായിക്കണേ. ഇന്ന് വീട്ടിൽ ചെന്ന് അമാനുമലയുടെ പരിഭാഷയെടുത്ത് 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിൽ 12 ഖുർആനിക വചനങ്ങളാ ഉള്ളത്. ആ വചനത്തിന്റെ 6-ാമത്തെ വചനം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസി, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നാറാ നോക്കൂ എന്താ പറയുന്നത്? മനുഷ്യ, പിതാവേ, കുട്ടികളുടെ പിതാവേ, ഭാര്യയുടെ ഭർത്താവേ, പ്രാണപ്രേയസിയോട് നമുക്ക് പറയാനുള്ളത് സ്വന്തം നഫ്സിനെ നരകത്തുനിന്ന് കാക്കുക എന്നതാണ്. അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തുൻ നജ്മ് ഖുർആനിൽ 53-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. ഒരാളുടെ പാപഭാരവും ഏറ്റെടുക്കാത്ത, ഒരാളും കൂട്ടിനില്ലാത്ത, ഒരു കൂട്ടുകാരന്റെ സൗഹൃദമില്ലാത്ത, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹു യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. 80-ാം അധ്യായം 34 മുതലുള്ള വചനമാണ്. ബാപ്പ കൂട്ടിനില്ലാതെ മക്കളും, മക്കൾ കൂട്ടിനില്ലാത്ത ബാപ്പയും, ഭർത്താവ് കൂടെയില്ലാത്ത ഭാര്യയും, ഭാര്യ കൂടെയില്ലാത്ത ഭർത്താവും, ആരാരും സഹായിക്കാനില്ലാത്ത ചങ്ങാതിമാർ തിരിഞ്ഞു നോക്കാത്ത, വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ഖുർആനിന്റെ 19-ാം അധ്യായം 71-ാമത്തെ വചനം. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. അതേ, നിങ്ങളെല്ലാവരും വരുന്നത് ആ നരകത്തിന്റെ വക്കിൽ ഒറ്റക്കാണ്. വിചാരണ ഒറ്റക്കാണ് നേരിടുക. ഖബറിലെ വിശ്രമം താൽക്കാലികമായ ബർസഖ് നിങ്ങൾ ഒറ്റക്കാണ്. ഭാര്യ കൂടെയില്ലാതെ, ഭർത്താവ് കൂടെയില്ലാതെ, മക്കൾ കൂടെയില്ലാതെ, കൂട്ടുകാർ കൂടെയില്ലാതെ. കഞ്ചാവടിക്കാൻ പോയത് ഒറ്റക്കല്ല, 2 പേരെന്നാണ്, അല്ലെങ്കിൽ 20 പേരൊന്നിച്ചാണ്. ടൂർ പോയത് 10 പേരൊന്നിച്ചാണ്. അവിടെ വ്യഭിചരിച്ചത് 10 പേരൊന്നിച്ചാണ്. അവിടെ കള്ളിന്റെ കുപ്പി പൊട്ടിച്ചത് 10 പേരൊന്നിച്ചാണ്. ഇല്ല സുഹൃത്തെ, ശവമഞ്ചത്തേറി പോകുമ്പോ അൻതല്ലദീ വലദതുക ഉമ്മുക ബഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ കരഞ്ഞുകൊണ്ടാ നീ ജനിച്ചത്. അന്ന് നിന്റെ ജന്മമോർത്ത് പലരും ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ മരിക്കുമ്പോ നിനക്ക് ചിരിക്കാൻ കഴിയണം, നിന്നെ ഓർത്ത് ബാക്കിയുള്ളവർക്ക് കരയാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ മറ്റാരുമില്ലാത്ത ഒരു ലോകത്ത്, അല്ലേ, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, ഘനമേറും കല്ലതിന്റെ മീതെ. നമ്മൾ പാടിയിട്ടുണ്ട്, തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നുവോ നിന്നെ പൊതിയാനായെടുത്തിടും വെള്ളത്തുണി. തൊട്ടടുത്ത കടയില് നമ്മളെ പൊതിയാനുള്ള മല്ലുതുണി
പാകമായി നിൽക്കുന്നുണ്ടാകും. ഇന്ന് നമ്മൾ മരിച്ചാൽ, നാളെ നമ്മൾ മരിച്ചാൽ, ഈ മൈക്രോ സെക്കൻഡിൽ മരിച്ചു വീണാൽ, നമ്മൾ ജനിച്ചതിനും വളർന്നതിനും നമുക്ക് അനുഗ്രഹം നൽകിയതിനും എന്ത് നന്ദി കാണിച്ചു എന്നോർത്താൽ വട്ടപൂജ്യമായിട്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അറിയണം, അംഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ത്യാഗം ആരൊക്കെയാണ് അനുഭവിക്കുന്നത്, ക്ഷമാവലംബികൾ ആരാണ് എന്ന് പരീക്ഷിക്കാതെ സ്വർഗത്തിന്റെ വാതിലുകൾ കടന്നു പോകാൻ നിങ്ങൾക്കൊരാൾക്ക് സാധ്യമല്ലെന്ന് 3-ാം അധ്യായം 142-ാമത്തെ വചനത്തിൽ പറയുന്നു. അമഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അതല്ലടോ, പട്ടിയെ പോലെ, പന്നിയെ പോലെ, നാക്കാലികളെ പോലെ, പക്ഷികളെ പോലെ യൗകുലൂന കമാ തൗകുലുൽ അൻആമി വന്നാറു മസ്വല്ലഹും. തിന്നും കുടിച്ചും ഭോഗിച്ചും ആർത്തട്ടസിച്ചും ആനന്ദിച്ചും ലഹരി നുണഞ്ഞും ഈ ലോകത്തോടുകൂടി ജീവിതം അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഖുർആനിന്റെ 23-ാം അധ്യായം 115-ാമത്തെ വചനത്തിലൂടെ, അടുത്ത വാചകത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നത് അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസാ അലൈസ ദാലിക ബിഖാദിറിൻ അലാ അൻ യുഹയ്യൽ മൗതാ. സൂറത്ത് ഖിയാമ 36 മുതൽ 75-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വചനം. നിന്നെ വെറുതെ അങ്ങ് വിട്ടേക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഐനൽ മഫർ, എങ്ങോട്ടാ നീ ഓടുന്നത്? ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ ദൈവസന്നിധിയിൽ മനുഷ്യർ സന്നിഹിതരാകും. അന്ന് ആ ദിനം രക്ഷപ്പെടാനുള്ള വഴി എന്ത്? നേരത്തെ ഷെരീഫ് കാല പറഞ്ഞു, ആരോഗ്യം കേടുവരുത്തുന്നത് കൊണ്ടാണോ മദ്യപേക്ഷിച്ചത്? ആരോഗ്യം ഉണ്ടായി എന്ന് വരും, ജീവിതം ഉണ്ടാവൂല. മയക്കുമരുന്ന് ഒഴിവാക്കുന്നത് എന്തുകൊണ്ട്? എന്റെ നാഥൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഗിഫ്റ്റായി തന്നത് ആ ശരീരം വലാ തഖ്തുലു അൻഫുസകും. നിന്റെ ശരീരത്തെ നീ കൊല്ലരുത്, നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കരുത്, നിന്റെ ആന്തരിക അവയവങ്ങളെ നീ തകർക്കരുത്. കർള് സിറോസിസ് വരുന്നതിന് കാരണം അത് മയക്കുമരുന്നാവാം, കഞ്ചാവാകാം, മദ്യമാകാം, പുകവലിയാകാം, നിക്കോട്ടിനാവാം, എന്താവട്ടെ, അത് നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروا به. നോക്കൂ, അല്ലാഹു പറയാൻ റസൂലിന്റെ നിയോഗത്തെ പറ്റി പറഞ്ഞാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ, തൗറാത്തിൽ പേര് പറയപ്പെട്ട പ്രവാചകൻ, ഇഞ്ചീലിൽ പേര് പറയപ്പെട്ട പ്രവാചകൻ, ലോകവേദങ്ങളിൽ പേര് പറയപ്പെട്ട പ്രവാചകൻ, മുഹമ്മദ് ഇതിക്കാതെ ശിഷ്യശാഖാ സമുന്നിതം ലിംഗച്ഛേദശിഖാഹീന. കൃഷ്ണദ്വൈവായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞതാ. ആ പ്രവാചകൻ വരും, ആ പ്രവാചകൻ ലോകത്ത് നന്മ പഠിപ്പിക്കും. ശരി എന്തെന്ന്, തെറ്റെന്തെന്ന്, ധർമ്മം എന്തെന്ന്, അധർമ്മം എന്തെന്ന്, എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടെ എന്ന്, നീതിയും അനീതിയും എന്ത് വേർതിരിച്ചു പഠിപ്പിച്ചു. ആരാണുമ്മ, ആരാണുപ്പ എല്ലാം പഠിപ്പിച്ചു. എന്നിട്ട് അതനുസരിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന മെച്ചങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് പറഞ്ഞു, എവിടെ ഇരിക്കുന്ന ആളുകൾ, ഞാനൊരു ബാപ്പാന്റെ മോനാണല്ലോ, എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മ മരിച്ചുപോയി, എന്റെ ഉപ്പ എന്നെ വളർത്തി പുകവലി പോലുമില്ലാതെ. എന്റെ ഉപ്പയെ ഞാൻ കണ്ടു ഖുർആൻ ഓതുന്ന വ്യക്തിയായി, എന്റെ ഉപ്പയെ ഞാൻ കണ്ടു ദുഹാ നമസ്കരിക്കുന്നവനായി, എന്റെ ഉപ്പയെ ഞാൻ കണ്ടു പള്ളിയിലേക്ക് പോകുന്നവനായി. എന്റെ ഉപ്പന്റെ കൈ പിടിച്ചു, എനിക്ക് പേരിട്ടു, നല്ല പേരിട്ടു, എന്നെ കൈപിടിച്ചു നടത്തി. എന്റെ ബാപ്പയാണ് ഇന്നും എന്റെ റോൾ മോഡൽ. ഒരു വേള ഞാൻ സ്വഹാബിമാരെ കണ്ടിട്ടില്ല, നബിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നബിയെ ഞാൻ കാണുന്നത്, സഹാബിമാരെ കാണുന്നത് 84 വയസ്സുള്ള എന്റെ ഉപ്പയിലൂടെയാണ്. ഞാൻ കണ്ടതും സിറാജുൽ ഇസ്ലാം കണ്ടതും സൽമാൻ വാരിയ കണ്ടതും മുഹമ്മദ് മുസ്തഫ കണ്ടതും ഫസീല കണ്ടതും ആ ഉപ്പാനെയാണ്. ആ ഉപ്പ ഞങ്ങളെ പുകവലിപ്പിച്ചില്ല, ആ ഉപ്പ ഞങ്ങളെ കഞ്ചാവടിച്ചില്ല. ഞങ്ങളുടെ ഉപ്പ കഞ്ചാവ് കഴിച്ച് ഉമ്മാനെ തല്ലുന്നത് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളുടെ ഉപ്പ മദ്യപിച്ച് വന്ന് ചീത്ത പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലേക്കുള്ള പ്രേരണ ഉണ്ടായില്ല. ഞങ്ങളെ വളർത്തിയ അധ്യാപകർ ഇതൊന്നും ചെയ്യുന്നവരായി ഞങ്ങൾ കണ്ടില്ല. അവർ മൂല്യമുള്ളവരായിരുന്നു, നല്ല അധ്യാപകരായിരുന്നു, മേന്മയേറിയവരായിരുന്നു. കാലം അതിന്റെ അനുസൂതമായ പ്രവാഹമുണ്ടായി. ഇന്ന് നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഇതൊന്നും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായി,
വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടായി, യുക്തിവാദികളുണ്ടായി, ഫ്രീ തിങ്കേഴ്സ് ഉണ്ടായി, ലിബറലുകൾ ഉണ്ടായി. പാഠ്യപദ്ധതി പോലും വൃത്തികെട്ട ഗ്രന്ഥങ്ങളായി മാറി സമൂഹത്തെ കേടുവരുത്താൻ സുസംഘടിതമായ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അപ്പോൾ അത് കേടുവന്നു. നാം ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? നാം ആരെയാണ് സ്വീകരിക്കേണ്ടത്? നാം ആരെയാണ് ഉൾക്കൊള്ളേണ്ടത്? നാം ആരെ മോഡലാക്കണം? ഇതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോക. ശ്രുമേ പരം വജ. അർജുന, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. അർജുന, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. അതാണ് മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ തുടക്കം. 18 അധ്യായമാണ് അതിലുള്ളത്. അതിന്റെ 4-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓ, ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോ, അധർമ്മങ്ങൾ വ്യാപകമാകുമ്പോ ശ്രീകൃഷ്ണൻ വരുന്നു. എന്തിന്? കഞ്ചാവ് അടിക്കരുത് എന്ന് പറയാൻ, കള്ളു കുടിക്കരുത് എന്ന് പറയാൻ, ബാബരി മസ്ജിദ് പൊളിക്കരുത് എന്ന് പറയാൻ. ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, രാമായണം വായിച്ചപ്പോ എന്തേ മനസ്സിലായത്? മാനിഷാദ പ്രതിഷ്ഠ. എനിക്ക് മനസ്സിലായത് മാനിഷാദ, അരുത് കാട്ടാള, അരുത് കാട്ടാള, അരുതായ്മകൾ പാടില്ല എന്ന വാചകമാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന വാക്കെന്താണ്? ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ. ഭോഗങ്ങൾ തേടുന്നു. ലോകത്ത് സുഖലോലുപത തേടുന്നവർ, പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, മനുഷ്യർ നശിച്ചാലും പണം ഉണ്ടാക്കണം എന്നുള്ള കൊതി, എല്ലാവരെയും ചൂഷണം ചെയ്യണമെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞതും ആഗ്രഹങ്ങളാണ് ജീവിത സുഖങ്ങളാണ്, ലോകത്തിലെ അഭിവൃദ്ധിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്, ലളിത ജീവിതത്തിന് വിരുദ്ധമായ ചിന്തകളാണ്, പണമുണ്ടാക്കാനുള്ള ആഗ്രഹമാണ് തിന്മകൾ ചെയ്യാനുള്ള പ്രചോദനം. കൃത്യമാണ്. എന്നിട്ട് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാൻ, ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ RSSനെ പിടിച്ചു കെട്ടാൻ ശ്രീകൃഷ്ണൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയാണ്. തെമ്മാടികളുടെ കൈക്ക് പിടിക്കാൻ. തെമ്മാടി ആരായാലും ആ ധർമ്മം ഇവിടെ നടക്കണം. ഇസ്ലാം പറഞ്ഞത് എന്താ അറിയോ? ഇസ്ലാം അതിന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അത് ഞാനിവിടെ സദസ്സിന് പറയാൻ പരിഹാരമായിട്ടോ പറയുന്നത്. പ്രശ്നം ഇവിടെ അവതരിപ്പിച്ചു. പോലീസുകാരൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കഥ? പോലീസുകാരനൊരു കുട്ടിയുടെ കഥ പറഞ്ഞില്ലേ? ആ കുട്ടി പറഞ്ഞ കഥ പറഞ്ഞില്ലേ? അച്ഛൻ പുകച്ചുരുള് അന്തരീക്ഷത്തിലേക്ക് വിടും. അച്ഛന്റെ കൂട്ടുകാരൻ വന്നിട്ട് മനോഹരമായി ഉരുളയായിട്ട് 0 ആയിട്ട്. പക്ഷെ കുട്ടി മനസ്സിലാക്കില്ല, ആ 0 എന്ന് പറഞ്ഞാൽ ജീവിതം 0 ആക്കുന്ന പരിപാടിയാണ് അതിന്റെ അർത്ഥം. പോലീസുകാരൻ പ്രസംഗിക്കുമ്പോൾ ഞാനിവിടെ അല്ല, പക്ഷെ ഞാനത് കേട്ടു, ലൈവായിട്ട് കേട്ടു. അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി. യഥാർത്ഥത്തിലുള്ള മർമ്മ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനെയാണ് വികസിപ്പിക്കുന്നത്. കുറ്റവാളികൾ മാതാപിതാക്കളാണ്. അത് അദ്ദേഹത്തിന്റെ വാക്കല്ല, പ്രവാചകന്റെ വാക്കാണ്. പ്രവാചകൻ ലോകത്ത് ഒന്നാമതായി പഠിപ്പിച്ച വാക്കതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വാചകത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു 5-6 ഖുർആനിക വചനം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഉമ്മമാർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയത് പുരുഷന്മാരെക്കാൾ ഉമ്മമാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം.
നിങ്ങൾ ആരെയും പേടിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ സമൂഹം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഈ സമൂഹം ഭദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു, കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രമുണ്ടാകണമെന്ന് കൊതിക്കുന്നു, അന്തസ്സുള്ള ഒരു സ്കൂൾ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു, ധാർമ്മികതയുടെ പരിപാലകരായ നല്ല മക്കൾ ഉണ്ടാകണമെന്ന് കൊതിക്കുന്നു. അതൊരു വലിയ തെറ്റല്ല, ഒരു അപരാധമല്ലല്ലോ. അല്ല. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമായി വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. IUML ഞാൻ കാണുന്നുണ്ട്, ലീഗിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മുസ്ലിങ്ങളെ SSFും SKSSFും ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, തബ്ലീഗ് ജമാഅത്ത് ഉണ്ട്, മുജാഹിദുകളിൽ ഒരുപാട് വിഭാഗം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ശരി, എന്നിട്ട് 3.5 കോടി കേരളീയനിൽ 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുടെ ധാർമ്മിക നിലവാരം എന്താണ്? എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? എന്താ നമ്മുടെ ധാർമ്മിക നിലവാരം? നമ്മുടെ കല്യാണത്തെ പോലെ വഷളായ ഒരു കല്യാണം ഒരൊറ്റ ഹൈന്ദവന്റെ വീട്ടിലും ഇത്ര ചീപ്പായ കല്യാണം മുസൽമാന്റെ കല്യാണം പോലെ നടക്കണേയില്ല. സമ്മതിച്ചോ? തെളിവുകൾ നിരത്തും ഞാൻ. 1000കണക്കിന് വീഡിയോകളിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഇത്ര മ്ലേച്ഛമായ കല്യാണം മുസൽമാന്റെ വീട്ടിൽ നടക്കുന്നു. എന്താ കാരണം? പണ്ഡിതധർമ്മം നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഞാൻ കുറ്റപ്പെടുത്തിയ ഉസ്താദുമാരെയാണ്, മൗലവിമാരെയാണ്, സംഘടനയുടെ നേതാക്കന്മാരെയാണ്. എന്നോട് പൊറുക്കണം എല്ലാരും. എന്താ കാരണം? അവനവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാത്തതാ പ്രസംഗിക്കുക. അതുകൊണ്ട് തന്നെ ലോകം നന്നായില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ജനങ്ങളെ നന്നാക്കാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു ഖുർആന്റെ വചനം ചോദിച്ചിട്ട് ഇത് നടപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതേതാ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 44. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ മറന്നുപോകുകയും ചെയ്യുകയാണോ? നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരല്ലേ? വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മൈത്രേയനല്ലല്ലോ, ലിയാഖത്ത് അലി അല്ലല്ലോ, ആരിഫ് ഹുസൈൻ അല്ലല്ലോ, സി രവിചന്ദ്രൻ അല്ലല്ലോ. പിന്നെ ആരാത്? EA ജബ്ബാറ അല്ല. പിന്നെയോ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന മുസ്ലിം പണ്ഡിതന്മാരോട്, അനുയായികളോട് അല്ലാഹ് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ വേദം വായിച്ചിട്ട് എന്താ നിങ്ങൾ നന്നാകാത്തത്? ഇതാണ് പ്രശ്നം. മുസ്ലിം കല്യാണ വീടുകളിൽ തോന്നിയാസം നടക്കുന്നത് ഉസ്താദ് കാരണമാണ്. എന്റെ പൊന്നു മൗലവി, നിങ്ങൾ എന്തേ പറയുന്നത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. മാതാപിതാക്കൾ പറ്റാത്തോണ്ട് തന്നെ ഒരു വീട്ടിലെ രക്ഷിതാവ് അയാൾ നല്ല ബോൾഡായ മനുഷ്യനാണെങ്കിൽ അയാളെ വീട്ടിൽ കല്യാണത്തിൽ നടക്കുന്ന തോന്നിയാസം നടക്കുവോ? കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ പവിത്ര, പിന്നെ ഇങ്ങനെ അവിടെ ഹറാം എടുക്കുക? കല്യാണം എന്ന് പറഞ്ഞാൽ പരമപരിശുദ്ധമായ ഒരു പ്രാർത്ഥന ചെയ്യേണ്ട സ്ഥലം അത്. കാരണം ഒരു കച്ചവടം തുടങ്ങുന്ന പോലെയല്ല വിവാഹം. മരിക്കുന്നവരെ ഇണയായ തളിപ്പറമ്പിൽ ഒരു കച്ചവടം തുടങ്ങി 2 കൊല്ലം കൊണ്ട് ലാഭമെല്ലാം നഷ്ടേ ഉള്ളൂ. ഒഴിവാക്ക. വേറൊന്ന് തുടങ്ങാൻ വേറൊരു നാട്ടിൽ പോയിട്ട് പെണ്ണിട്ടൽ അങ്ങനല്ല. അല്ലടോ മനുഷ്യന്മാരെ. അതുകൊണ്ട് പെണ്ണ് കെട്ടുമ്പോൾ അത് പവിത്രമാണ്. ഹൈന്ദവർക്ക് പോലെ എത്ര പവിത്രമാണ്. പിതാ രക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്ഥവിരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. വളരെ പവിത്രമായ ഒന്നായിട്ടാണ് പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നതിന് സങ്കല്പം. അവരിലൂടെ വലിയ വിപ്ലവം ഉണ്ടാകണം. ആ വിപ്ലവം ഉണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരുറച്ച തീരുമാനം ഉണ്ടാകണം. ഷെരീഫ്കാര പ്രസംഗം തുടങ്ങുമ്പോൾ ഞാനിവിടെ അല്ല, പക്ഷെ ഞാനും നിങ്ങളെപ്പോലെ ആ പ്രസംഗം കേട്ടു. നിങ്ങൾ കേട്ട പോലെ തന്നെ അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ അത്? ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണമെന്ന്, ബോൾഡായ ഒരു തീരുമാനം. അതിന് ഇസ്തിഖാമത്ത് എന്ന് പറയും അറബിയിൽ. അതിന് ഖുർആൻ 2 സ്ഥലത്ത് പിന്നെ ഒരേപോലെ പറയുന്ന, ചെറിയ വ്യത്യാസം പറയുന്ന 2 ഖുർആനിക വചനമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതാണ്. നോക്കൂ, അള്ളാഹു പറയാൻ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ഈ ഭാഗം 41-ാം അധ്യായം 30-ാമത്തെ വചനം, 46-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം, ഒരേ വചനം. ഇസ്തിഖാമത്ത് ഉണ്ടാകണം, ഉറച്ച തീരുമാനം ഉണ്ടാകണം. ഇനി വഴിതെറ്റൂല എന്നൊരാൾ വിചാരിക്കണം. ഈ തീരുമാനം ഉണ്ടായാൽ മാത്രം പോരാ,
ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണം. വേണ്ടേ? ഒരാൾ തിന്മ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, നന്മയിലേക്ക് പോണം. അപ്പോഴേ അയാൾ നന്നാവും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് എന്താ? ഒരു ഉദാഹരണം പറയാം. ഒരു മകനെ വിളിച്ചിട്ട് ബാപ്പ പറയാണ്. ഒരു മകനെ എന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബാപ്പാരും, ഇപ്പൊ ഞാൻ 11 മക്കളുടെ മസൂലിയത്തുള്ള ആളാ. 6 പെൺകുട്ടികളും 5 ആൺകുട്ടികളെയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സഹോദര, ആലോചിക്കാനാ പറയുന്നത്. ഒരു ബാപ്പാന്റെ ദൗത്യം എന്താ? ആരാണ് ഒരു ബാപ്പ? സമ്പാദിക്കുന്ന ആള് മാത്രമല്ല, നല്ല നല്ല ബാഗ് വാങ്ങിക്കൊടുക്കാൻ ബാപ്പ വേണ്ട, അതിന് വേറൊരാൾ മതി. പോരെ? നല്ലൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ ബാപ്പ വേണോ? പൈസ ഉണ്ടെങ്കിൽ വേറൊരാൾ വാങ്ങി കൊടുക്കൂലേ? ഇല്ലേ? നല്ല നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഒരു അയൽവാസി ചെക്കൻ തയ്യാറായ പോരെ? പൈസ എന്റെ കൈ കൊടുക്കാൻ വാങ്ങി കൊടുക്കൂലേ? കൊടുക്കും. അപ്പൊ ബാപ്പാക്ക് ആ ദൗത്യം അല്ല ഉള്ളത്. പിന്നെ എന്താ ദൗത്യം? ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ തെളിപ്പറമ്പിലെ ഈ കോർണറിൽ ചില തീരുമാനമായിട്ടേ നിങ്ങൾ എണീറ്റ് പോകാവൂ. ആ തീരുമാനം ഇന്ന് വീട്ടിൽ പോയിട്ട് നടപ്പാക്കണം. എങ്കിൽ വിപ്ലവകരമായ പരിവർത്തനം നമ്മുടെ വീട്ടിൽ നടക്കും. സ്വന്തത്തെയും മക്കളെയും ഭാര്യയെയും ഏറ്റവും അടുത്തവരുമായുള്ള അവകാശങ്ങളെ എല്ലാം നിങ്ങൾ നിർവഹിക്കുമ്പോൾ റസൂലിനോട് അല്ലാഹ് പറഞ്ഞാണ് 26-ാം അധ്യായം അധ്യായത്തിന്റെ 214-ാമത്തെ വചനമാണ്. സൂറത്ത് ശുഅറാന്റെ 214. അതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്നവരൊക്കെ എളാപ്പ, മൂത്താപ്പ, അമ്മായി, മക്കള്, തന്റെ മരുമകളുടെ വീട്, കുടുംബം, എങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ആയത്തൊന്ന് ശ്രദ്ധിച്ചേ. ഉദാഹരണം, എന്നോട് റബ്ബ് പറയണെന്ന് വിചാരിക്കുക. എന്നോട് പറയും, മുജാഹിദ്, നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, നിന്റെ കുടുംബം, നിന്റെ ജ്യേഷ്ഠാനുജന്മാര്, അമ്മായി, അമ്മായിയുടെ മക്കള്, എളാപ്പ, മൂത്താപ്പ, ഉമ്മയുടെ അനുജത്തി, കുടുംബം, ഇവരൊക്കെ വിളിക്കണം. അല്ലാഹ് പറയാൻ റസൂൽ അവരൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഫിയ, എന്റെ അമ്മായിയുടെ എല്ലാ ആളുകളെയും വിളിച്ചു. ദാ നരകമുണ്ടിട്ടോ, അതിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല എന്നാണ് പഠിപ്പിച്ചു. മോളെ ഫാത്തിമ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബാപ്പാക്ക് കഴിയൂല മോളെ. ബാപ്പ വന്നത് ഈ ദൗത്യം നിർവഹിക്കാനാണ്. ഹറാമ് വെടിയണം, ഹലാലിൽ വേറണം എന്ന് പഠിപ്പിക്കാനാണ്. ഒന്നുകൂടെ കേട്ടോ. എന്താണ് ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യം എന്ന് പറയാൻ ഞാൻ അതിൽ ബാപ്പാന്റെ ഡ്യൂട്ടിയാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ. ഒന്നാമത്തെ വിളി. ഈ പൊന്നുമോനെ എന്ന് വിളിക്കുന്നത് സ്വന്തം മക്കളെ പൊന്നുമോനെ എന്ന് എന്നെ വിളിക്കാറില്ല. ഹമുക്കേന്നും പണ്ടാരേന്നും കുരുപ്പേന്നും ബാപ്പ വിളിക്കുന്നത് അങ്ങനെയാ. എട്ടങ്ങേറ്, ഇജൊന്ന് ചത്താ മതിയായിരുന്നു എന്ന് പറയുന്ന ബാപ്പാക്ക് മോനെ നന്നാക്കാൻ കഴിയില്ല. 10 വയസ്സിന് താഴെയുള്ള കുട്ടീനെ വിളിക്കുന്ന 10 വയസ്സിന്റെ താഴെയുള്ളപ്പോഴേ പറയണം. 3-ാമത്തെ വയസ്സ് പറയണം. അൽഫിത്ര അതിനുണ്ടാക്കിയത്. 6-ാമത്തെ വയസ്സും 7-ാം വയസ്സും ആകുമ്പോഴേക്ക് കുട്ടിയുടെ വെള്ള പേപ്പറിൽ നന്മ മാത്രം എഴുതപ്പെടണം. മനസ്സിലായോ? അതിനാണ് ഇവിടെ പറയുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ശിർക്ക് ചെയ്യരുതേ മോനെ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട് മോനെ. ശമ്മ ഇസ്രായേല അഡോണയലോഹിൻ അഡോണയഹ്. അല്ലെ മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ ത്വമേകം വരണ്യം പറഞ്ഞു കൊടുക്കാണ്. ദൈവ ഏകനാണ്. അന്തം തമാ പ്രവിശന്തിയേ സംഭൂത്യം ഉപാസതേ തദോ ഭൂയഗിബദേ യഹ്സംഭൂത്യം രദഹ. ഈശാവാസോപനിഷത്ത് 12-ാമത്തെ ശ്ലോകം. സൃഷ്ടിപൂജ പാടില്ല. ബാപ്പ മകനെ ഒന്നാമതായി പഠിപ്പിക്കേണ്ടത്, അച്ഛൻ മകനെ ഒന്നാമതായി പഠിപ്പിക്കേണ്ടത് ഏകം സദ്ബഹുദാ വിപ്രാവദന്തി എന്ന ആശയമാണ്. അതെ, ആ ആശയം ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം. ആകാശഭൂമികളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് മോനെ. അല്ലെ ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ റിക്കിൽ ഏകദൈവത്തെ കുറിച്ച് പറയുന്നു. കുട്ടിയുടെ ഹൃദയത്തിൽ ഏകദൈവ വിശ്വാസം ഉണ്ടാവണം. മുഹമ്മദ് നബി 13 കൊല്ലക്കാലം ആയിഷ ബീവി. സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിച്ചോ, സഹോദരങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്തോ, സംഘടനകളെ പ്രത്യേകം എഴുതിക്കോ, സംഘടനയിലെ നേതാക്കന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അവിടെ ബഹുദൈവത്വ വിശ്വാസത്തിൽ നിന്ന് ആയിഷ ബീവി പറയട്ടോ, കള്ളു കുടിക്കരുത് എന്നാണ് പ്രവാചകൻ മക്കയിൽ വന്ന ഉടനെ പ്രസംഗിച്ചിരുന്നതെങ്കിൽ. ഒന്നുകൂടി നോട്ട് ചെയ്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ വന്ന് കള്ളു കുടിക്കരുത് എന്നാ പറഞ്ഞെങ്കിൽ ആയിഷ ബീവി പറയാൻ ഒറ്റ കുട്ടിയും കള്ള് മാറ്റുമായിരുന്നില്ല. ഒറ്റ കുള്ളു. അതാണല്ലോ ഷെരീഫ്കാരെ പറഞ്ഞൊരു വാചകം കേട്ടില്ലേ,
ഇതൊക്കെ ഉണ്ടായിട്ട് ഇവിടെ വർദ്ധിക്കല്ലാതെ കുറയുന്നില്ല. എന്താ കുറയാത്തത്? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വർദ്ധിച്ചതിനെ താഴോട്ട് കൊണ്ടുവരുന്ന മതമാണ് ഇസ്ലാം. ഒരാളുടെ തെമ്മാടിത്ത് എത്ര ഉയരുണ്ടെങ്കിൽ ആ തെമ്മാടിത്ത് എങ്ങനെ കുറച്ച് 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 സമ്പൂർണനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക, ആ മഹാപ്രക്രിയ ലോകത്ത് നിർവഹിച്ച ഏക മതേ ഉള്ളൂ. ആർക്കും ഒരു വെറുപ്പും തോന്നരുത്. ഇസ്ലാം ഇന്നും അതേ, നാളെയും അതേ, മറ്റന്നാളും അതേ, ലോകാവസാനിക്കുന്നത് വരെ അതേ. പക്ഷെ അതൊരു ന്യൂനപക്ഷമായിരിക്കും. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. സത്യത്തിൽ ഉറച്ചിക്കൊരു ന്യൂനപക്ഷം. കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. സങ്കടമുണ്ടോ? സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പച്ചസത്യമായിട്ടേ പറയാൻ പറ്റും. മനുഷ്യ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും ഇന്ന് ടച്ച് ചെയ്യുന്ന ഏക സംഘടന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ആർക്കും സംശയമില്ല, ആർക്കില്ല. ഇല്ല, ഞാനത് ഇങ്ങനെ പറയുന്നത് എന്തിനറിയോ? ഇവിടെ പ്രവർത്തിക്കുന്നവർ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് മനുഷ്യർ നന്നാകുന്നില്ല. മനുഷ്യർ നല്ലവരായിരുന്നു, അവർ കേടുവരാൻ ഒരുപാട് കാരണമുണ്ട്. ആ കാരണം എന്താന്ന് പരിശോധിക്കുക, എന്നിട്ട് ട്രീറ്റ് ചെയ്യൂ ഗൗരവമായി. സഹോദരങ്ങളെ, വലിയൊരു പ്രോഗ്രാമാണിത്. സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് കടണ്ടാകരുത്. ഈ പരിപാടി നടത്തിയിട്ട് സംഘാടകരുടെ പോക്കറ്റിൽ കടണ്ടാകരുത്. എല്ലാവരും അതിൽ കൊടുക്കുക. സ്റ്റേജിലുള്ളവരും പേജിലുള്ളവരും സദസ്സിലുള്ളവരും ഒക്കെ ഒരു ചില്ലറ പൈസയല്ല, മനസ്സ് തട്ടി. ചെലവഴിക്കുക എള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. രഹസ്യമായും പരസ്യമായും കൊടുക്കുക. 35-ാം അധ്യായം 29, 3-ാം അധ്യായം 142, 43, 44. മനസ്സറിഞ്ഞു കൊടുക്കുക. എല്ലാവരും കൊടുക്കുക, സ്ത്രീകളും. ശരി, പറഞ്ഞ വാചകം ഞാൻ പൂർത്തീകരിക്കുകയാണ്. ശുദ്ധമായ ഏകദൈവ വിശ്വാസം മനുഷ്യന്റെ കരളിൽ ആയിഷ ബീവി പറഞ്ഞതാ, 13 കൊല്ലം തൗഹീദ് പഠിപ്പിച്ചു. തൗഹീദ് പഠിപ്പിച്ചപ്പോൾ മനുഷ്യകുലം നന്നായി. എന്തിനാ ഞാൻ കള്ളുകുടിക്കുന്നത്? എന്തിനാ കുടിക്കാതിരിക്കുന്നത്? എന്താ പലിശക്ക് കൊടുത്താൽ പടച്ചോന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുമ്പോ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഒരു പോയിന്റിനെ മാനവകുലത്തെ നന്നാക്കാനാവും. പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, CCTV വേണ്ട. സ്വയം റബ്ബിനെ പേടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സമൂഹം, അതിനനുസരിച്ചുള്ള ക്ലാസുകൾ, അതിനനുസരിച്ചുള്ള നരകസ്വർഗങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ, അതിനപ്പുറത്ത് മനുഷ്യനെ നന്നാക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കണ്ട. ഒരു പോലീസ് ഉണ്ടായിട്ടും കാര്യമില്ല. പോലീസ് കഞ്ചാവ് അടിച്ചാലോ, പോലീസ് കഞ്ചാവിന് കൂട്ടുന്നാലോ, ഇവിടുത്തെ ഡോക്ടർമാർ കിട്ടിയടിച്ചു മാറ്റുന്നതിന്റെ ഡയറക്ടർമാരായാലോ, ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ രോഗം കൊടുക്കുന്നവരായാലോ, അല്ലേ എയ്ഡ്സ് ആരുണ്ടാക്കിയ? ചൈന ഉണ്ടാക്കിയതാ. എയ്ഡ്സ് മനുഷ്യൻ എയ്ഡ്സ് അല്ല, നമ്മുടെ ഈ കോവിഡ് ചൈന ഉണ്ടാക്കിയതാണ്. എയ്ഡ്സ് എന്തുകൊണ്ടുണ്ടായത്? മനുഷ്യന്റെ തെമ്മാടിത്തം കൊണ്ടാണ്. അവിടെയാണ് നാം കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ നന്നാകും, ഇതാണ് വിഷയം. അതിലെ ഒന്നാമത്തെ പോയിന്റ് ആയിഷ ബീവി പറഞ്ഞു, ദൈവത്തെ കുറിച്ചുള്ള പഠനം. ദൈവം കാണുന്നു, യുക്തിവാദിക്കതില്ല. ദൈവം കേൾക്കുന്നു, യുക്തിവാദിക്കതില്ല. അമ്മയും പെങ്ങളെയും വേർതിരിച്ചറിയണം മതം. യുക്തിവാദി പറഞ്ഞു അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയണ്ട. സി രവിചന്ദ്രന്റെ ശിഷ്യൻ, E.A. ജബ്ബാറിന്റെ ശിഷ്യൻ, ആലപ്പുഴക്കാരൻ പറയുന്നത് എന്താണ്? അവൻ പറയുന്നത്, അമ്മ സമ്മതിച്ചാൽ അമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, പെങ്ങള് സമ്മതിച്ചാൽ അതാവാം, കുട്ടി സമ്മതിച്ചാൽ അതാവാം. അതാണ് മനു പ്രസാദ് ലിറ്റ്മസ് 19-ൽ പ്രസംഗിച്ചത്. എല്ലാരും കേട്ടതാണ്, വിവാദമായതാണ്, അല്ലേ? അവിടെയാണ് നേരത്തെ മൈത്രേയൻ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മൈത്രേയൻ ഒരു സന്യാസിയായിരുന്നു. ആ ക്ലിപ്പ് ഞാൻ ആവർത്തിച്ചൊന്നുകൂടി ഇടും, നിങ്ങളൊന്ന് കേട്ടാൽ മതി. മൈത്രേയൻ സന്യാസിയായിരുന്നു. ഗുരു നിത്യ ചൈതന്യയതി. കേരള ജനത, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സദസ്സ് പങ്കെടുത്തിട്ടുണ്ട്, വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു യാത്ര പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ 5 പ്രഗത്ഭ സന്യാസിമാരിൽ ഒരാളായിരുന്നു മൈത്രേയൻ സന്യാസിയായിരുന്നു. ഇന്ന് മൈത്രേയൻ തോന്നിയാസിയാണ്. അന്ന് സമ്പൂർണ്ണ സന്യാസി, ഇന്ന് സമ്പൂർണ്ണ തോന്നിയാസി. മൈത്രേയൻ എന്ന മനുഷ്യനിൽ നിന്ന് മൈത്രേയൻ എന്ന വൃത്തികെട്ട തോന്നിയാസിയിലേക്ക് എങ്ങനെ ഉണ്ടായി? യുക്തിവാദം തലക്ക് പിടിച്ചപ്പോ, മതനിഷേധം തലക്ക് പിടിച്ചപ്പോ, ദൈവനിഷേധം തലക്ക് പിടിച്ചപ്പോ, ഗുരു നിത്യ ചൈതന്യയുടെ കൂടെ ജീവിച്ചിട്ട് പോലും ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടിയായി ഈ ട്രാൻസ്ഫറുകാരൻ മാറി. ആലോചിക്കേണ്ടതാണ്. അയാളാ പറയുന്നത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം.
ശരിക്ക് ഷെരീഫ്കാര ഈ ഭാഗം പറഞ്ഞു വെച്ചല്ലോ. ഞാൻ പരിഹാരം പറയേണ്ട ആളാണല്ലോ. പരിഹാരമുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലാക്കാൻ കാണിച്ച ആ തിട്ടൂരല്ലേ, എന്തിന്റെ പേരിലായാലും അത് എന്റെ പേരിൽ കാണിച്ചാൽ മതി. കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും ഒന്നാമതായി ജയിലിടണമെങ്കിൽ മൈത്രേയനെ ജയിലിടണം. അതിന് നട്ടലുള്ള ഭരണാധികാരി ഉണ്ടാവണം. ഇല്ല തൂക്കിലേറ്റിയാൽ പോലും ഇല്ല. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഇന്ത്യ വിരുദ്ധനെ, കേരള വിരുദ്ധനെ, കേരളത്തിലെ 3.5 കോടിയുടെ മുഖ്യ ശത്രുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ ഒരാളാണ് മൈത്രേയൻ. ഇവിടെ ശിക്ഷിക്കുകയാണെങ്കിൽ യുക്തിവാദികളെ ശിക്ഷിക്ക്. സകല തോന്നിയാസവും ലോകത്തോട് വിളിച്ചു പറയുന്ന യുക്തിവാദികൾ, കുടുംബരംഗം തകർക്കുന്നവർ ന്യായമായി എടുക്കട്ടെ. അമേരിക്കയിലപ്പോ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞു അമേരിക്കയിലെ ആണും പെണ്ണും മതി, രണ്ടിന്റെ ഇടയിലുള്ള സാധനം വേണ്ട. അതിന്റെ പ്രശ്നം രണ്ടിന്റെ ഇടയിലുള്ള സാധനം അവരുടെ പ്രയത്നം കൊണ്ടുണ്ടായതല്ല, അവരെ കുറ്റവുമല്ല. പിന്നെന്താ, അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, വൃത്തികെട്ട നീചമായ പൊളിറ്റിക്സ്. കേരളത്തിൽ ആണുമല്ല പെണ്ണുമല്ല, ആ വിഭാഗത്തിന്റെ പൊളിറ്റിക്സ് ആണ് ഇവിടുത്തെ ഭരണകൂടം പോലും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പാഠ്യപദ്ധതിയിലുള്ളത് ജെൻഡർ ന്യൂട്രാലിറ്റി മുതൽ ഇങ്ങോട്ടുള്ള സകല വൃത്തികേടുകളും. അവിടെ വിദ്യാഭ്യാസം പഠിക്കാനല്ല പിടിക്കാനാ പഠിപ്പിക്കുന്നത്. ആണിന്റെ കൂടെ ടൈറ്റ് ജീൻസ് ഇട്ട പെണ്ണിനെ അവളുടെ കാലിന്റെ വണ്ണം കാണിച്ച് തൊട്ടടുത്തിരുന്നാൽ പഠിപ്പല്ല നടക്കുക, പിടുത്താൻ നടക്കുക. എന്നിട്ടും എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസം ഇങ്ങനെയായി? ആർക്കാ പങ്ക്? ബ്രിട്ടീഷുകാരെ കെട്ടിച്ചവരാ നമ്മള്. പക്ഷെ സ്വന്തം രാജ്യത്തെ നശിപ്പിക്കുന്ന, ആ രാജ്യത്ത് പറഞ്ഞ ആസുരവിത്തുകളെ കാണാതെ പോകുന്നത് എങ്ങനെ? ഈ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തൊക്കെ തകർക്കുന്ന മാഫിയ സംഘങ്ങളെ അധികാരികൾ പാലൂട്ടി വളർത്തുന്നുവെങ്കിൽ ആരാണ് ഇവിടെ പ്രശ്നം? ولتكن منكم أمة يدعون إلى الخير يأمرون بالمعروف وينهون عن المنكر وتؤمنون بالله ولتكن منكم أمة يدعون إلى الخير يأمرون بالمعروف الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر. ഇതിന്റെ അർത്ഥം എന്താ അറിയാ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങളെ നമ്മളെ പറ്റിയ SSFകാരെ, SKSSFകാരെ, പോപ്പുലർ ഫണ്ടുകാരെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യൂത്തിനോടാണ് ഞാൻ പറയുന്നത്. നമ്മളെ പറ്റി അല്ല പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാകണം. നിങ്ങൾ തിന്മയുടെ ആളുകളാകരുത്. ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന് കഞ്ചാവ് കഴിക്കുന്നവനാകരുത്, മദ്യപിക്കുന്നവനാകരുത്, DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നവനാകരുത്, ആണും പെണ്ണും ഇടകലർന്ന തോന്നിയാസത്തിലെ പങ്കാളിയാകരുത്, ഒരു മുജാഹിദുകാരനതാവരുത്, ഒരു SKSSFകാരനതാകരുത്. ലോകത്തിൽ മാതൃക കാണിക്കേണ്ടവരാ നമ്മൾ. അതുകൊണ്ടാണ് ഖുർആൻ പ്രവാചകനോട് പറഞ്ഞത്, അങ്ങ് ദേവത്തെ നടത്തിക്കോളൂ, കുഴപ്പമില്ല, പക്ഷെ അങ്ങ് മാതൃകയാണ് കേട്ടോ. വയല് പറഞ്ഞ പോരാ, അങ്ങ് മാതൃകയാണ് കേട്ടോ. നരകത്തെ കുറിച്ച് താക്കീത് കൊടുക്കണം കേട്ടോ, സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത. ഖുർആൻ ഭാഷയുടെ ശക്തി എന്താ നിങ്ങൾ വിചാരിച്ച്? QHLS വരണമെന്നറിയും, പോയോ? സ്വന്തം വീടിനെ പറ്റി അല്ല പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 34. അതിലെന്താ പറയുന്നറിയോ? ബഷീറെ, നിന്റെ വീട്ടിൽ വെച്ച് ഖുർആനും ഹദീസും നീ പാരായണം ചെയ്യണം. നീയും നിന്റെ ഭാര്യയും മക്കളും അത് ഓർക്കണം. അത് ഓർത്തുകൊണ്ടായിരിക്കണം വീട്ടിലെ ബെഡ്റൂമിൽ ഇരിക്കേണ്ടത്. ആണോ? യൂട്യൂബിലെ, ഫേസ്ബുക്കിലെ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ സകലമാന പോൺ സൈറ്റിലെയും വൃത്തികേടോർത്ത്, ആ പെണ്ണിന്റെ അംഗലാവണ്യമോർത്ത്, തളിപ്പറമ്പിലെ വലിയൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന മുന്നും പിന്നും മുന്തി നിൽക്കുന്ന ആ ലോകത്തിലെ വൃത്തികെട്ട മനസ്സിന്റെ ഉടമയെ കണ്ടും തൊട്ടും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വളരുന്ന ഒരു ജനതയിൽ ഇക്കിളിപ്പെട്ട വികാരങ്ങളില്ലെങ്കിലേ, അതുകൊണ്ട് അവരെ വിമർശിച്ചവരെയല്ല, ഈ യൂത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വൾഗറായ മുത്തുനബി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഉടുത്തിട്ടുണ്ട്, ഉടുത്തിട്ടില്ല, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ ആർഷഭാരതത്തിന് സാധിക്കണം. മാറ് തുറന്നിട്ടപ്പോ മാറ് മറക്കൽ സമരം നടത്തിയ ഒരു ജനത ഇന്ന് മാറ് കീറി പ്രദർശിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നുവെങ്കിൽ വളഞ്ഞത് മോന്തായമാണ്.
അവസ്ഥയാണ്. വേലി തിന്നുന്ന വിളയാണ്, വിള തന്നെ വേലി തിന്നുന്ന അവസ്ഥയാണ്. ചങ്ങലക്ക് തന്നെ ഭ്രാന്തെടുത്ത ഘട്ടമാണ്. അറിയാൻ ഞാൻ പറഞ്ഞത്, ഒറ്റ കുട്ടിയും പോരുത് കേട്ടോ. നാട്ടിലേക്ക് പോകാൻ ബസ് കിട്ടൂല്ലെങ്കിൽ ചോദിച്ചാൽ എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ തരും നിങ്ങൾക്ക്. ഇന്നത്തെ പ്രസംഗങ്ങൾ കേട്ടാ പോരാ. ഞാൻ ആണുങ്ങളോടാ പറയുന്നത്, നല്ല നല്ല 3000 രൂപന്റെ ഷൂ, 30,000 രൂപന്റെ മൊബൈല്, 10,000 രൂപയ്ക്ക് തിന്നുക. 5 രൂപന്റെ ബുദ്ധിയില്ല. 5 രൂപന്റെ ബുദ്ധിയില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ശരീരത്തിൽ ഒരുപാട് കോടികൾ, വലിയ വാച്ച് കെട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ബുദ്ധിയും കഥയില്ല. സമൂഹത്തിന് ഞാൻ എന്ത് കൊടുത്തു ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് എന്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ, എന്റെ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂഷൻ, എന്റെ എക്കണോമിക്കൽ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊരു യുവാവേ നീ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഖുർആൻ പറഞ്ഞത്, നബിയെ അങ്ങ് പ്രസംഗിക്കുന്ന കാര്യത്തിൽ അങ്ങ് മാതൃകയാകണം. നബി അങ്ങയുടെ വീട് ഇസ്ലാമാകണം. അങ്ങയുടെ ഭാര്യമാരോട് ആദ്യം പറയണം പർദ്ദ ധരിക്കാൻ. അങ്ങയുടെ ഭാര്യമാരോട് പറയണം പുരുഷന്മാരെ നോക്കാതിരിക്കാൻ. വിശ്വാസികളെ, സ്വഹാബികളെ, നിങ്ങളുടെ ഭാര്യമാരായിരിക്കണം ഏറ്റവും മെച്ചപ്പെട്ടവർ. അതാണോ ഒന്ന്? അതാണോ? ഞാനിവിടെ പരിഹാരമാണ് പറയുന്നത്. യഥാർത്ഥമായ പ്രശ്നത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. നോക്കൂ നിങ്ങൾ, ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. അതെന്താണ്? لم تعظون قوما الله أو مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم قالوا معذرة إلى ربكم ولعلهم يتقون. ഞാനൊരു മിനിറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. ഈ ഖുർആന്റെ വചനങ്ങൾ മറക്കരുത്. ഈ ഖുർആനിന്റെ വചനം 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 164, 165, 166 വചനാണ്. എന്തറിയോ അതിന്റെ അർത്ഥം? അള്ളാഹു ഒരു കാര്യം ഹറാമാക്കി. യൗമുസ്സബത്തിന്റെ അന്ന് മീൻ പിടിക്കരുത്. കടലിൽ നിന്ന് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് ജൂതന്മാരോട് മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമയുള്ള പോലെ അവരുടെ ജുമയായിരുന്നു ശനിയാഴ്ച. അള്ളാഹ് അവർക്ക് ഹറാമാക്കിയത്. പക്ഷെ അള്ളാഹ് അവർക്കൊരു പരീക്ഷണം വെച്ചു. അന്നാണ് ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുക. അപ്പൊ ആ ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന ദിവസമാണ് പടച്ചോൻ വിലക്കിയത്. അതൊരു പരീക്ഷണമാണ്. മനുഷ്യനെങ്ങനെ നിയന്ത്രിച്ച് കൺട്രോൾ വരുത്തുകയാണ് ഇസ്ലാം. അപ്പോ അവര് ശനിയാഴ്ച മീൻ പിടിച്ചുകൊണ്ടേയിരുന്നു. അത് ഹറാമാണ്, പാപമാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടർ അവരെ എതിർത്തതേല്ല. പക്ഷെ അവരാ തെറ്റ് ചെയ്തില്ല. ഇപ്പൊ തളിപ്പറമ്പില് തിന്മയോടെ നടക്കുന്നുണ്ട്. പക്ഷെ ആ തിന്മയിലൊന്നും ഒരു പറ്റ യുവാക്കളില്ല. പക്ഷേ ആ യുവാക്കൾ ഈ തിന്മക്കെതിരെ ശബ്ദിക്കുന്നില്ല. അവരുടെ നന്മ മറ്റവർക്ക് പകർന്നു കൊടുക്കണില്ല. ശരിക്കും ചിന്തിച്ചു കൊള്ളണം കേട്ടോ. ഇന്ന് വേറൊരു ടീം, അവർ ന്യൂനപക്ഷമാണ്. ഇന്ന് വിഷ്ടത്തെ പോലെ. ആ ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകത എന്താ? അവർ ഈ ജനങ്ങളോട് പറയും, ഇത് തമ്പാടിത്താട്ടോ, ഇത് ഹറാമാണ്. അവർ നിരന്തരം വീട്ടിൽ കയറിയിട്ടും നാട്ടിലും കടയിലും അങ്ങാടിയിലും നാൽക്കവരയിലും മജന്നായിലും അതെ ഉഖാലയിലും ദുൽമജാസിലും അതുപോലെ മൂസാ അലൈഹിസ്സലാം ഉത്സവച്ചന്തയിലും ഇബ്രാഹിം നബി രാജകൊട്ടാരത്തിലും മൂസാ അലൈഹിസ്സലാം രാജകൊട്ടാരത്തിലും എല്ലാം കയറി ഇറങ്ങി പറഞ്ഞൊരു കാര്യല്ലേ. അതവർ പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ യുവാക്കളില്ലേ തളിപ്പറമ്പിലെ, തെറ്റ് ചെയ്യൂല, പക്ഷെ തെറ്റ് ചെയ്യുന്നവരെ എതിർക്കൂല. ഓരെന്താ ചെയ്തോട്ടെ, ഇത് ഇന്ത്യയല്ലേ എന്ന് വിചാരിച്ചാൽ അതിനെപ്പറ്റിയാണ് ഖുർആൻ പറയുന്നത്. അപ്പോ എതിർക്കാൻ വന്ന വിഷ്ടത്തോട് ചില ആളുകൾ, പ്രസ്ഥാനത്തിന്റെ പേരൊന്നും ഞാൻ പറയില്ല, എനിക്ക് അനുഭവം, എന്തിനാ ബാലുശ്ശേരി നിങ്ങൾ ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, നിങ്ങൾ ദർഗക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് ദർഗാ വ്യവസായം വർദ്ധിച്ചത് എന്നും കൂടി പറഞ്ഞു കളഞ്ഞു. ആ പ്രസ്ഥാനം രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതാരാണ്. ഇനിയും പറയണ്ടല്ലോ, വേണ്ട, അത്ര മതി, അത്ര മതി. അവരെന്താ പറയുന്നത്? അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല ഈ കൗമയും ചെയ്യുന്ന ശിർക്കാന്നുള്ളതിൽ ഞങ്ങൾക്ക് എതിരെ അഭിപ്രായമില്ല. ഒരെ അള്ളാഹ് ശിക്ഷിക്കും,
അല്ലെങ്കിൽ അവർക്ക് വലിയ പരീക്ഷണം കൊടുക്കും. അത് അള്ളാഹ് കൊടുത്തോട്ടെ, നമ്മൾ എന്തിനാ സമൂഹത്തിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നവർ ചോദിച്ചപ്പോ അള്ളാഹ് പറയാണ്, ഈമാനുള്ള ആളുകൾ, അള്ളാഹുവിന്റെ ആളുകൾ, സമൂഹത്തെ സ്നേഹിക്കുന്നവർ, ലോകം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷല്ലേ, ആ ന്യൂനപക്ഷം അവരോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? കാലൂ മാദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. ഞങ്ങൾക്ക് പടച്ചോനോട് പറയണം, ഞങ്ങൾ ഈ തിന്മക്ക് കൂട്ടുന്നിട്ടില്ല, ഞങ്ങൾ ചെയ്തില്ലെന്ന് മാത്രമല്ല ചെയ്തതിനെതിരെ ശബ്ദിക്കുന്നു. ഇതാണ് തബ്ലീഗ് ജമാഅത്ത് പഠിക്കേണ്ടത്. ഇതാണ് പോപ്പുലർ ഫണ്ട് പഠിക്കേണ്ടത്. എന്ത് തിന്മ ഏതാണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിലല്ല, എല്ലാത്തിലും നിങ്ങൾ വിസ്തത്തെ ആലോചിക്കുക. വിസ്തം കൈവക്കാത്ത ഒരൊറ്റ മേഖലയും മനുഷ്യ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും വിസ്തം കൈവക്കുന്നു. കാരണം ഇസ്ലാം അങ്ങനെ കൈവച്ചു, സമൂഹത്തിന്റെ പരിവർത്തനത്തെ കൊതിച്ചു. ഞാൻ പറയുന്നു, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കേ, എന്താ അവിടെ പ്രശ്നം? തിന്മ നങ്കൂരമിടെ എതിർക്കാൻ ആളില്ല, പിന്നെ എങ്ങനെ നന്നാവും? ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ കോവിഡ് വന്നല്ലോ, ഒരു സിമ്പിൾ ഉദാഹരണം. ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ മാസ്ക് ധരിച്ചില്ലേ, പ്രൊട്ടക്ഷൻ ഇല്ലേ, കൈ കഴുകിയില്ലേ, സോപ്പ് ഉപയോഗിച്ചില്ലേ, നമ്മൾ ക്വാറന്റൈനിൽ പ്രവേശിച്ചില്ലേ? ഇതൊക്കെ എന്താണ്? ആ രോഗം പടരാതിരിക്കാനുള്ള ജാഗ്രതയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചടകുടഞ്ഞേറ്റു, രാഷ്ട്രം ഉണർന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു, കുറെ പോലീസുകാർ മരിച്ചു. എന്താ? ഈ നാട് നന്നാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കഞ്ചാവിനെതിരെ ഈ ജാഗ്രത ഉണ്ടായോ? മദ്യപാനത്തിനെതിരെ ഈ ജാഗ്രത ഉണ്ടായോ? അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, വെള്ളം സർവത്രേ കുടിക്കാനില്ലത്രേ അല്ലേ? വെള്ളത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നത് മദ്യമാണ്. അതിനാരാ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത്? നമ്മുടെ ഭരണകൂടം. മാറി മാറി വരുന്ന ഭരണകൂടം നല്ല ഭരണകൂടം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ പറയുക? എത്ര ബാറിന് ലൈസൻസ് കൊടുത്തു ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്നതാണ് ആ പാർട്ടി ഗംഭീര പാർട്ടിയാകാനുള്ള കാരണം. എങ്ങനെ ഭരിക്കുന്ന നേതൃത്വം നല്ലതാണ്, എല്ലാ സ്ഥലത്തും കള്ള് കിട്ടുന്നുണ്ട്, എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടുന്നുണ്ടോ? ഇല്ല. അതിനുള്ള പദ്ധതി സർക്കാർ ഉണ്ടാക്കിയോ? ഇല്ല. വളരെ കുറവാ. കള്ള് കിട്ടാനോ? അതിൽ ഇൻവോൾവ്ഡാ, അതിന് വകുപ്പുണ്ട്, മന്ത്രിയുണ്ട്. വികലാംഗരോട് പറയുന്നത് വീട്ടിൽ കുത്തിനോട് അവിടെ എത്തിച്ചേരും, ഞങ്ങൾ MLA MP ഒക്കെ എത്തിച്ചേരും. ആ കൊലത്തിലാ കാര്യങ്ങളുള്ളത്. ബേജാറ് ഒന്നുണ്ടോ സംഘാടകർക്ക്? എനിക്കൊരു കുസലില്ല കേട്ടോ, കുളിര് പോയ ആളാണ്. നല്ലോണം ആലോചിച്ചു. നാട് നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-യും RSS-ഉം എല്ലാം നന്നാകണം നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം വെച്ചത്. ആ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം വെച്ചത്. മാനവകുലത്തെ നമ്മൾ സ്നേഹിക്കുന്നു, മനുഷ്യകുലത്തെ നമ്മൾ സ്നേഹിക്കുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ കവിതയാ. അമ്മ വേദനിക്കുന്നുണ്ട് മകന്റെ കഞ്ചാവോർത്ത്, മകന്റെ മയക്കുമരുന്നോർത്ത് ബാപ്പ വ്യസനിക്കുന്നുണ്ട്. ആ വ്യസനത്തിൽ നമ്മൾ പങ്കാളികളാകുക. എന്താ നമ്മുടെ മോക്ഷം ആയി ചിന്തിക്കുക. ഇനി ഞാൻ പറയുന്ന പോയിന്റിലേക്കൊന്ന് തിരിച്ചു വന്നോ. ഞാൻ നേരത്തെ ഒരു ബാപ്പാനെ പറ്റി പറഞ്ഞു, ഞാൻ അവിടേക്ക് വീണ്ടും മടങ്ങാം, മറന്നതൊന്നുമല്ല കേട്ടോ. ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ആദ്യമായിട്ട് വിളിച്ചു യാ ബുനയ്യ. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ചോദിക്കാൻ, ഈ പരാമർശം കേൾക്കാത്ത, ലുക്മാനുൽ ഹക്കീം മകനെ ഉപദേശിച്ചു എന്ന് കേൾക്കാത്ത ഏതെങ്കിലും ബാപ്പാരുണ്ടോ? കേൾക്കാത്തവരൊന്ന് കൈവന്തിക്ക്. ഈ സസ്സിലിരിക്കുന്നതിൽ സ്ത്രീകളിലും കുട്ടികളിലും ലുക്മാനുൽ ഹക്കീം എന്ന പ്രവാചകൻ യാ ബുനയ്യ എന്ന് വിളിച്ച് ഇന്നെന്ന ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നറിയാത്ത ഒരാളൊന്ന് കൈവന്തിച്ചേ, സത്യസന്ധമായി കൈവന്തിച്ചേ. മാഷാ അല്ലാഹ്. അപ്പൊ അറിയാം, ശരി അറിയാം, അതെന്നാണ് നിങ്ങൾക്കുള്ള പ്രഹരവും. നിങ്ങൾ കൈവന്തിക്കാത്തത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. അതെന്താ കാരണം? ഈ ലുക്മാനുൽ ഹക്കീമിനെ പോലെ ഈ കാര്യങ്ങൾ ഓർത്ത് കംപ്ലീറ്റ് മക്കളെ ഉപദേശിച്ച ഒരു വാപ്പ കൈവന്തിക്ക്. ലുക്മാനുൽ ഹക്കീം മകനെ വിളിച്ചു വരുത്തി പഠിപ്പിച്ച പോലെ ദീന് പഠിപ്പിച്ച ഒരു ഉമ്മ കൈവന്തിക്ക്. ഇപ്പൊ പ്രശ്നം എവിടെയാണെന്നും പരിഹാരം എവിടാ വേണ്ടെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ആ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കുറെ പ്രസംഗിച്ചു പോയിട്ട് കാര്യമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു കൊല്ലം എനിക്ക് രോഗം ബാധിച്ച് കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാനോട് ഞാൻ ഫ്രീ ആവുകയാണ്. ഇനി റമദാൻ വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. സാരമില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് തളർന്നാലും ഇത് മാത്രം ഉണ്ടെങ്കിൽ കിടന്നാലും തബലക്ക് മൈക്ക് വെച്ച് നിൽക്കുക, തൊള്ളയിലേക്ക് ഒരു മൈക്ക് വെച്ചാൽ ഞാനങ്ങ് പാടിക്കോളും.
ഞാൻ നിങ്ങളോട് പറയുന്നത്, നാട് നന്നാകണം, നഗരം നന്നാവണം, ജനങ്ങൾ നന്നാവണം, ലോകം നന്നാവണം. അതിനുള്ള പണിയാണ് ഞാൻ ഈ പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ കഴിയണം, വേറൊരാൾക്കും നന്നാക്കാൻ കഴിയില്ല. ഇനി ഒരു വചനം കേട്ടോ, ഒരു മഹായുദ്ധം നടക്കുകയാണ്. ഞാൻ ലുക്മാനുൽ ഹക്കീമിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടോ. ഈ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധം നടക്കുകയാണ്. ശരിക്കും അമുസ്ലിങ്ങൾ ചിന്തിക്കുക, ഹൈന്ദവരോ ക്രൈസ്തവരോ പോലീസ് ഡിപ്പാർട്ട്മെന്റോ നിയമപാലകരോ വക്കീലോ ജഡ്ജിയോ ഡോക്ടറോ, നാളെ ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്തിട്ടാണെങ്കിലും ചില വശത്തുമല്ലോ, ആ എത്തുന്ന സമയത്ത് കേട്ടോളൂ, ഗൗരവമായി കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞു. നോക്കുമ്പോ കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടതായി കണ്ടു, കുറെ പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ആരാണ് ഈ കിരാത പ്രവൃത്തി ചെയ്തത്? ആരാണ് ഈ കിരാത പ്രവൃത്തി ചെയ്തത്? ഏത് കിരാത പ്രവൃത്തി? പിഞ്ചു പൈതങ്ങളെ കൊല്ലുക എന്ന കിരാത പ്രവൃത്തി ചെയ്തത് ആരാണ്? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഞങ്ങളാ. ഒരു ഭൗതിക വിശ്വാസികളെ കുട്ടികളല്ലേ? ശരിക്കും ഈ നബിയെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടതും കൂടിയുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ആരാ നബി? ആരാ സഹാബത്ത്? എല്ലാ കാലത്തെ സമൂഹത്തിൽ അനുയായികൾ ചിന്തിച്ചതേ നബിയുടെ അനുയായികളും ചിന്തിച്ചുള്ളൂ. അവര് ഭൗതിക വിശ്വാസികളുടെ കുട്ടികളല്ലേ? അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പറയാൻ ഞാൻ മടിക്കണില്ല. ക്രിസ്ത്യാനിറ്റി പറയുന്നത് ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണെന്നാണ്. അത് ശാസ്ത്രവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്, യേശു പഠിപ്പിച്ചതിനെതിരാണ്, പൂർവ്വ പ്രവാചകന്മാർ പഠിപ്പിച്ചതിനെതിരാണ്, ബൈബിളിനെതിരാണ്. ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാ എന്ന ക്രൈസ്തവരുടെ സിദ്ധാന്തം. അത് സെന്റ് പോൾ എന്ന മനുഷ്യൻ പഠിപ്പിച്ച കാര്യമാണ്. ഇസ്ലാം അല്ല, മതമല്ല. നേരെ മറിച്ച് പ്രവാചകൻ ഈ കുട്ടികളെ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ഒരു വലിയ തത്വം പഠിപ്പിക്കാൻ. കേട്ടോളൂ, ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വിടണം സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഇത് പ്രവാചകന്റെ വചനമാണ്. ഒരിക്കലും ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഉത്തമമായ കലാം ദൈവത്തിനാണ്. അതുപോലെ സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മാതൃക, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. 33-21 ഏറ്റവും ഉത്തമമായ മാതൃക. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. 68-ാം അധ്യായം സൂറത്ത് നൂൻ വൽ കലമി, സൂറത്ത് കലം, അതിലെ 4-ാമത്തെ വചന. അതിൽ പറയുന്നത് ഏറ്റവും ഉന്നതനായ സ്വഭാവത്തിന്റെ വ്യക്തി. ആ റസൂല് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങക്കറിയോ? കുട്ടികൾ ശുദ്ധരാ. റസൂലിന്റെ വാചക, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഞാനിത് ഏറ്റവും കൂടുതൽ പറയുന്ന മുസ്ലിങ്ങളോടാണ്, ഇവിടെ ഇരിക്കുന്ന വിഷ്ടത്തെ സ്നേഹിക്കുന്നവരോടാണ്, ദെൻ മുസ്ലിമീങ്ങളോടാണ്, അത് കഴിഞ്ഞിട്ട് ഇതരരോടാണ്. ഇവിടം കൊണ്ട് തുടങ്ങിക്കോളേ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇവിടെ ഒരു പ്രസംഗം നടത്തേണ്ടി വരില്ല, ഉറപ്പിച്ചോ. അടുത്ത കൊല്ലം ഇങ്ങനൊരു വിഷയം വെച്ച് ഇവിടെ പ്രസംഗിക്കേണ്ടി വരില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇത് ശീലിച്ചാൽ, നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ പരിശ്രമിച്ചാൽ. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. എന്താ അതിന്റെ അർത്ഥം? ശുദ്ധമായ പ്രകൃതി. ഏതുപോലെ? ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് നോക്കൂ. ഈ വെള്ളക്കടലാസ് പോലെ. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഫോട്ടോ ഉണ്ടോ? എഴുത്തുണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്താ എഴുതേണ്ടത്? അത് ആദ്യം എഴുതേണ്ട ആളും ഉമ്മയാണ്. ആദ്യം എഴുതേണ്ട ആളും ഉമ്മയും ബാപ്പയാണ്. അവരെന്താ എഴുതിയത് ഇവിടെ? ഇത് കുട്ടിന്റെ ഹൃദയമാണ്. ഏത്? നബി പറയുന്നതാണ്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യക്കുഞ്ഞും എന്താ, സി രവിചന്ദ്രന് ഒരു കുട്ടി ഉണ്ടായാൽ അച്ഛന്റെ ഒരു ദുർഗുണവും ഇല്ലാത്ത കുട്ടി. അതുപോലെ ഇ എ ജബ്ബാറിന് 2 കുട്ടികളുണ്ടായി, ഒരാണും ഒരു പെണ്ണും. ബാപ്പാന്റെ ഒരു തോന്നിയാസവും ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടില്ലാത്ത 2 കുഞ്ഞുങ്ങൾ. അവരെ കേടിരുത്തിയതാരാ? ബാപ്പയാണ്, ഇ എ ജബ്ബാറാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കുകയാണ്, മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു. മക്കൾക്ക് ദീന് കൊടുക്കുന്നതിലാണോ പ്രാധാന്യം കൊടുത്തത്? ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിലാണോ? മക്കളെ ട്യൂഷന് ചേർത്തത് മദ്രസ പഠിക്കാനാണോ അല്ല സ്കൂൾ പഠിക്കാനാണോ? ട്യൂഷന് ചേർക്കല് ഏതിനാ പറ? ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് ട്യൂഷൻ കൊടുക്കല്. എന്നാ അത് ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്തോ? ഇല്ല എന്നുള്ളതാണ് പച്ച സത്യം. പഠിച്ചത് 90% ഒഴിവാക്കേണ്ടി വരുന്ന ഏക വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസ. പഠിച്ചത് 100% ഉപകരിക്കുന്നത് മതാണ്. ഞാൻ തെളിയിച്ചു തരും. വേണമെങ്കിൽ ഒരു സംവാദത്തിന് യുക്തിവാദി തയ്യാറാണ്. ഞാൻ ഇവിടെ പരസ്യമായിട്ട് ഇപ്പൊ സംവാദം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു യുക്തിവാദി ഇവിടെ വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. ഓന്റെ ദർശനാണ് മനുഷ്യരെ നന്നാക്കാൻ ഓൻ സ്ഥാപിച്ചാൽ മതി. 1 മണിക്കൂറോളം സമയം കൊടുക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ തന്നാ. നേരെ മറിച്ച് മതവിദ്യാഭ്യാസം മനുഷ്യന് നൽകുന്ന ഒരു മൂല്യമുണ്ട്.
ഒരു സംശയം നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ട, ഒരു സംശയവും. ഒരു ലളിതമായ ഉദാഹരണം പറയാം, ഓരോ പോയിന്റ് ഞാൻ ഇതിനോട് ആഡ് ചെയ്യും, നിങ്ങൾ കേട്ടാതി. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അപ്പൊ ടി ജി മോഹൻദാസ് RSSന്റെ വലിയ ബുദ്ധിജീവി, വിഷം മാത്രം തുപ്പിയിട്ടുള്ള ഒരു ജീവി, വിഷം തുപ്പി ശരീരത്തിൽ ചോര പോലും ഇല്ലാതായി പോയൊരു മനുഷ്യൻ. ഞാൻ വെറുതെ പറയല്ല, വിഷം തുപ്പിയിട്ട് ശരീരത്തിൽ ഇറച്ചില്ല, ഫുൾ കൈ കുപ്പായിടുന്ന എന്തുകൊണ്ടറിയ നിങ്ങൾ അയാളെ നേരിട്ട് കണ്ടാൽ അയാളുടെ പ്രവർത്തനം കൊണ്ട് പടച്ചോൻ സൃഷ്ടിച്ച അറിയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ടി ജി മോഹൻദാസ്. ഈ മനുഷ്യൻ ഒരു പച്ച സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ? വയനാട് ചൂരൽമലയിൽ SKSSFും SSFും അതുപോലെ പോപ്പുലർ ഫ്രണ്ടും ലീഗിന്റെ ആളുകളും മുജാഹിദിന്റെ ആളുകളും മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ. എന്തുകൊണ്ട്? എല്ലാ ജലപ്രളയത്തിന്റെയും എല്ലാ മനുഷ്യർക്ക് ഭക്ഷണം വസ്ത്രം വേണ്ടതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ. 8 കോടി റുപ്യ വേണം ഒരു രോഗിക്ക്, 8 കോടിയിൽ 7 കോടി മുസ്ലിങ്ങളുടേത്. എന്തുകൊണ്ട്? ഇത് ഞാൻ പരസ്യമായിട്ട് പറയാൻ എനിക്കൊരു മടിയില്ല. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ്. എല്ലാവരുടെ മനസ്സിലും കാരുണ്യമാണ്. MA യൂസുഫ് അലി പറയാം, മൂപ്പരെ വല്യാപ്പ 5000-10,000 അയാളെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ പൊയ്ക്കോ ദുബായിലേക്ക്, അധ്വാനിച്ചോ, പാവപ്പെട്ട ഒരാളെയും മറക്കരുതിട്ടോ. ഇന്നും ആ വാചകം അദ്ദേഹം ഓർക്കുന്നു. എന്ത് പ്രതിസന്ധി കേരളത്തിൽ നേരിട്ടാലും കോടികൾ അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹത്തിന്റെ മരുമകന്റേതാണ്, അല്ലെ ആസാദ് മൂപ്പന്റേതാണ്, ബാബു മൂപ്പന്റേതാണ്, അല്ലെ അതുപോലെ അനേക കോടീശ്വരന്മാരുടേതാണ്. എന്തുകൊണ്ട്? അവരുടെ മനസ്സിലൊരു മതമുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു യുക്തിവാദിയെ വയനാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? C രവിചന്ദ്രനെ ഒരു ചാക്ക് അരിയായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മൈത്രേയൻ എന്ന് പറയുന്ന മാനവ വിരുദ്ധനെ, ലോകത്തിലെ ഒരു കൾച്ചറും ഇല്ലാത്ത ഈ ചെകുത്താനെ ഏതെങ്കിലും ഒരു നന്മന്റെ മുമ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ ഭാഷ കടുത്തു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പോട്ടെ, ഇവിടെ എല്ലാ മതസംഘടനകൾക്കും രാഷ്ട്രീയക്കാർക്കും ആംബുലൻസ് ഉണ്ട്. ലോകത്ത് ആംബുലൻസ് ഇല്ലാത്ത ഏക വർഗം ഏതറിയോ? കേരള യുക്തിവാദി സംഘം ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് ആംബുലൻസുകൾ കണ്ടിട്ടുണ്ടോ? ഒരാൾ യുക്തിവാദി ആയതിന്റെ അർത്ഥം എന്താ അറിയോ? പട്ടിയേക്കാളും പന്നിയേക്കാളും നിന്ദനാകുക എന്നുള്ളതാണ്. കാരണം ആ ജീവവർഗങ്ങൾക്ക് കാരുണ്യം ഉണ്ടാവും, യുക്തിവാദിക്ക് അത് ഉണ്ടാവില്ല. യുക്തിവാദി കാരുണ്യം കാണിച്ച വല്ല ചരിത്രങ്ങൾ അറിയാൻ കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഒരു യുക്തിവാദിയുടെ ആളുകളെല്ലാവരും യുക്തിവാദി ചെയ്ത സേവനം പുകഴ്ത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഞാൻ യുക്തിവാദികളുടെ പിന്നാലെ കൂടുന്ന ആളാ ഇല്ല. എന്തുകൊണ്ട്? മതമല്ല യുക്തിവാദിക്ക്. മതം ഉണ്ടാവുമ്പേ മനുഷ്യനാവും. അതുകൊണ്ടാണ് നമ്മൾ മക്കൾ നന്നാകണം, കഞ്ചാവ് അടിക്കരുത്. ഞാൻ കഞ്ചാവ് ബീഡി ഇതുവരെ ഒരു കടലാസ് പോലും ചുരുട്ടിയിട്ട് എൻ്റെ ചുണ്ടിൽ വെച്ചിട്ടില്ല. ഞാൻ കണ്ടതിൻ്റെ പെനയാണ്. ഒരു ചെറിയ തെറ്റ് ഞാൻ ചെയ്തതിൻ്റെ പേരിൽ കണ്ണിൽ പച്ചമുളക് എഴുതി ഉമ്മയാണ് എൻ്റെ ഉമ്മ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ഏറെ ദർജകളേറ്റി കൊടുക്കട്ടെ എൻ്റെ ഉമ്മാക്ക്. ചെറിയൊരു തെറ്റ് ചെയ്താൽ ഞങ്ങളെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കും. പഠിപ്പിച്ചെടുത്ത് തരും എന്തിനാ ശിക്ഷിച്ചതെന്ന്. രാത്രി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് പറയും, ഉമ്മന്ന് എന്തിനാ ചെയ്തറിയോ? ബാപ്പ ഇവിടെ ഇല്ല, ബാപ്പ ഖത്തറിലാണ്. ബാപ്പ പോകുമ്പോ പറഞ്ഞു, ബാപ്പാന്റെ പണിയും കൂടെ നീ എടുക്കണം. അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തിയിട്ടാ പോയത്. ഞാൻ വിട്ടുവീഴ്ച ചെയ്ത എൻ്റെ മക്കൾ കിടന്നു, അത് വരാൻ പാടില്ല. ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്ത കരാറാണ്, ഞാൻ നിങ്ങളെ ശരിക്കും നോക്കും. എന്ത് വെറുതെ പറയണല്ല. ഒരാളും ഒരു ദിനേശ് പിടി വലിക്കില്ല. ഒരാൾ ജീവിതത്തിൽ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കള്ളു കണ്ടിട്ടില്ല. ഒരാളും സീരിയലിലോ ഇവിടുത്തെ വാർത്തകളിലോ ഒക്കെ കാണല്ലാതെ അങ്ങനെ ഒരു സിറ്റിംഗ് ഉണ്ടായിട്ടില്ല. ടൂർ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പച്ച സത്യം. ഞങ്ങളൊക്കെ ടൂർ പോയിക്ക് ഈ ഒരു തിന്മയും ഉണ്ടായിട്ടില്ല. ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ ഒരു ലോഡ്ജ് എടുക്കുകയാണെങ്കിൽ ആ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അവിടെയുള്ള പരിചയക്കാരോട് ചോദിച്ചിട്ട് അവിടെ വരെ പോയി കിടക്കുന്നത്. എന്തുകൊണ്ട്? അത്രയും സൂക്ഷ്മമാകാൻ പഠിപ്പിക്കുന്ന ഒരു ബാപ്പ ഇമ്മയുള്ളവരെ ഈ സദസ്സിലിരിക്കുന്നവര്. അങ്ങനെ ബാപ്പ ഇമ്മ ഉണ്ടെങ്കിൽ മക്കൾ കേടുവരുമോ? എങ്ങനെ കേടുവരും? നിങ്ങൾ ചിന്തിക്ക്. എല്ലാ അർത്ഥത്തിലും മോനെങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ബാപ്പ, നന്മയില് തിന്മ സ്നേഹിച്ചുകൊണ്ട് അവിടേക്കാണ് നമ്മൾ മടങ്ങുന്നത്. കേട്ടോ, എന്താ ബാപ്പാന്റെ ക്വാളിറ്റി? 10 വയസ്സിന്റെ മുമ്പ് പറഞ്ഞു പോണം. 10 വയസ്സ് 20 വയസ്സൊക്കെ കഴിഞ്ഞ് എല്ലാ തോന്നിയാസവും ചെയ്ത് ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളുള്ളവർ വളരെ ആലോചിച്ചോളി. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്. 1.5 വയസ്സായവരുണ്ട്, 4 വയസ്സായവരുണ്ട്, 5 വയസ്സായ ആളുണ്ട്, 7 വയസ്സായ ആളുണ്ട്, 11 വയസ്സായ 2 ആളുണ്ട്. ആലോചിച്ച് നോക്കിക്കേ. 16 വയസ്സായ ആളുണ്ട്, 22 ആയതുണ്ട്, 26 ആയതുണ്ട്, 18 വയസ്സായതുണ്ട്. ഇങ്ങനൊക്കെ പ്രായമുള്ള കുട്ടികളുടെ ഒരു ബാപ്പയാണ് ഞാൻ. പെണ്ണും ആണും എല്ലാ സമയവും മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി. എൻ്റെ മോളൊരിക്കൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു നല്ല ബാപ്പയാണോ എന്ന്. ഇത് ഓരോ രക്ഷിതാക്കളും പാടാക്കാൻ പറയാ. അപ്പൊ എല്ലാ മക്കളും പറഞ്ഞു ഞങ്ങളുടെ ബാപ്പ നല്ല ബാപ്പയാണ്.
എൻ്റെ മോള് മാത്രം ആയിഷ പറഞ്ഞു നല്ലതാണ്, പക്ഷേ എനിക്ക് വലിയ സങ്കടമായി. എൻ്റെ മോള് 6-ാമത്തെ വയസ്സിലാ പറയുന്നത് ബാപ്പ നല്ലതാണ് പക്ഷേ. അപ്പൊ എൻ്റെ ഹൃദയം കെട്ട് തകർന്ന്. കാരണം എല്ലാ മക്കളും പറയുന്നത് നല്ല വാപ്പയാണ്, അവളും പറയുന്നത് നല്ലതാണ് പക്ഷേ. ആ പക്ഷേ എന്താണെന്നറിയാൻ എനിക്ക് കൗതുകണ്ടായി. അപ്പൊ എൻ്റെ മോളിനോട് പറയാണ് എത്ര സ്നേഹിക്കുന്ന ഉപ്പയെ ഞങ്ങളുപ്പാന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ആ സ്നേഹിക്കുന്ന ഉപ്പാനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, ഉപ്പ എന്നും പോവുകയാണല്ലോ എന്ന് ചിന്തിക്ക്. എല്ലാരും ചിന്തിക്ക്. ഒരു മകളുടെ വിലാപെന്താ? ബാപ്പാനെ സ്ഥിരമായിട്ട് കിട്ടുന്നില്ല. ഇനി ഒരു മിനിറ്റ് കേട്ടോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇന്ന് പ്രസംഗിക്കാനുള്ള പോയിന്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടിരുന്നു. വല്ലാഹി എന്തുകൊണ്ടെന്നറിയോ? ഓരോ വാക്കും ശ്രദ്ധിച്ചിട്ട് നാളെ ക്ലിപ്പാക്കും എടുത്ത ആളുകൾ. ഒരു നന്മയും ജനങ്ങളെ കൊണ്ടുണ്ടാവില്ല, പക്ഷേ ക്ലിപ്പാക്കാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ഓടി നടക്കും. ഞാൻ പറയുന്നത് ഈ നാട് നന്നാകാനാ പറയുന്നത്. ഈ ഒരു ഹിന്ദു മുസ്ലിം എന്ന എന്റെ ചിന്തല്ല, എല്ലാവരും. അതിൽ ഏറ്റവും പ്രധാനമാണ് മക്കളുടെ കൂടെ ബാപ്പാരി ഇരിക്കുക എന്നുള്ളത്. ഇപ്പൊ എല്ലാ ബാപ്പാരും പറയുന്ന ഒരു വാചകമാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചത്, ഈ സ്വത്തൊക്കെ ഞങ്ങൾക്കുള്ളതല്ലേ. ഏറ്റവും വലിയ പാതകമാണ് ആ ബാപ്പ ചെയ്യുന്നത്. ഒരു മകൾക്ക് ബാപ്പ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് റസൂൽ പറഞ്ഞ എന്താ? ക്വാളിറ്റി ലൈഫ് എന്നാ റസൂലിന്റെ പ്രഖ്യാപനം. നല്ല സ്വഭാവം പഠിപ്പിക്കുക. ഒരു ഉദാഹരണം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് മകള് വന്നിട്ട് പറയാണ്, എല്ലാ ഉമ്മമാരും ശ്രദ്ധിച്ചോളേ, ഉപ്പാ എന്റെ കൂട്ടുകാരികൾക്കൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ട്, എനിക്ക് എന്റെ ഉപ്പ സ്വർണ്ണൊന്നും വാങ്ങി തന്നില്ലല്ലോ. അപ്പൊ ഉപ്പ പറയാണ്, മോളെ നിന്റെ കൂട്ടുകാരികൾക്ക് ദുനിയാവിലാണ് സ്വർണം, ആഖിറത്തിൽ സ്വർണത്തിന്റെ വളരണോ? അതാണ് ബാപ്പാന്റെ പൂതി. നിന്റെ മകളുടെ കയ്യിൽ പരലോകത്ത് സ്വർണത്തിന്റെ വളയിടുക. അപ്പൊ മകള് ചോദിച്ചാ എന്താ എങ്ങനെ? മോളെ ഞാൻ നിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കുന്നുണ്ടോ? നോക്കൂ, അബൂ ഹുറൈറയുടെ വീട്ടില് രാത്രി ഒരു വിളക്ക്, ആ വിളക്ക് നേരം പുലരുന്നവരെ ഉണ്ടാവും. എന്തുകൊണ്ട് ആ വിളക്ക് എന്തുകൊണ്ട് അങ്ങനെ കത്തി? ആലോചിക്കണം മക്കളെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്, നിങ്ങളൊക്കെ വിവാഹിതരാണോ കുട്ടികളുണ്ടോന്നൊന്നും എനിക്കറിയില്ല. സ്റ്റേജിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് അവരിയ്ക്കുന്നത്. ഞങ്ങൾ ആരും നിങ്ങളെക്കാൾ ബെറ്റർ ആണെന്ന വിശ്വാസം ഞങ്ങൾക്ക് ആർക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചിന്തിച്ചോളണം, ശരിക്ക് ചിന്തിച്ചോളണം. അബൂ ഹുറൈറയുടെ വീട്ടിൽ ഈ വിളക്ക് നേരം പുലരുന്നവരെ. എന്താ കാരണം? ഒരൽപ്പം ഉറങ്ങും അബൂ ഹുറൈറ, എന്നിട്ട് എഴുന്നേക്കും. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ല്ലേ, സൂറത്ത് അദ്ദാരിയാത്തിലായിരിക്കാം 16, 17, 18, അല്ലെങ്കിൽ ഇദാ വഖഅത്തിൽ വാഖിയ. ചെറിയൊരു കൺഫ്യൂഷൻ. എന്താ പറയുന്നറിയോ? രാത്രി വളരെ കുറച്ച് ഉറങ്ങേയുള്ളൂ ബാപ്പ. എന്താ ബാപ്പാന്റെ പണി? മക്കൾ കാണാതെ യൂട്യൂബ് തോണ്ടുക അല്ല. നമ്മളോ? മക്കൾ കാണാതെ യൂട്യൂബ് തോണ്ടുകയാണ്. ഉമ്മയോ മക്കൾ കാണാതെ. മക്കളോ? അതെ, മേലെ ഇരുന്നിട്ട് മക്കളും താഴെ ഇരുന്നിട്ട് ബാപ്പയും ഉമ്മയും. മോള് താഴോട്ടും വരില്ല, ബാപ്പ മേലോട്ടും കയറില്ല. കാരണം രണ്ടാക്കും അറിയാം, ഓളതാ കാണുന്നത്, ബാപ്പതാ കാണുന്നത്. അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. ശരിയല്ലേ? പറഞ്ഞോ. മനസാക്ഷി ഉണ്ടെങ്കിൽ പറഞ്ഞോ, സ്വയം നന്നാകാൻ തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞ്? എല്ലാ കുട്ടിയും പരിശുദ്ധനായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ ഓനെ കേടെടുത്തുന്നത് നാട്ടുകാരാണ് എന്നല്ല ആദ്യം പറഞ്ഞത്, കൂട്ടുകാരാണ് എന്നല്ല ആദ്യം പറഞ്ഞത്, ഓനെ പെറ്റ ഉമ്മ, ഓനെ പെറ്റ അമ്മ. റസൂലാ പറയുന്നത്, നബി വെറുതെ പറയില്ല. അപ്പൊ എല്ലാവരും പറയും എൻ്റെ കുട്ടി അങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഇല്ല, നീ കാരണമാണ്. അപ്പം പറയും, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട് ഉസ്താദേ, ഞാൻ എല്ലാ ക്ലാസ്സിലും പോകുന്നുണ്ട്. അതെന്നാടോ കുഴപ്പോ? 5 നേരം നിസ്കരിച്ചിട്ടേ ഉള്ളൂ. 5 നേരം നിസ്കരിക്കുമ്പോൾ പറഞ്ഞ കാര്യം മോന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നീ ശ്രദ്ധിച്ചില്ല. നീ നിസ്കരിച്ചിരുന്നു, നീ ഹജ്ജിന് പോയിരുന്നു. ഹജ്ജിന്റെ ആത്മാവ് എന്താന്ന് മകനെ പഠിപ്പിച്ചിട്ടില്ല. അതിന് നിനക്ക് നേരല്ല. നിന്റെ മകൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാ നീ എത്തുന്നത്. നിന്റെ മകൻ ഉണരുന്നതിന് മുമ്പ് നീ എണീച്ചു പോയി. കൊല്ലങ്ങളോളം അങ്ങനെയാ. ബാപ്പാനോട് പൈസ വാങ്ങിത്തരും ഉമ്മ എന്ന് പറയും. ഉമ്മ പൈസ കൊടുക്കും, പക്ഷെ ആ പൈസ തന്നതിന്റെ അധ്വാനം ബാപ്പാക്ക് എത്ര ഉണ്ട് മകൻ ചിന്തിച്ചിട്ടേ ഇല്ല. അബൂ ഹുറൈറയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം രാത്രി ഇങ്ങനെ നിസ്കരിക്കും. തഹജ്ജുദിന്റെ അവസാനം കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഭാര്യനെ പിടിക്കും. ഭാര്യ ഒന്നെടുത്ത് നിസ്കരിക്കും. ഭാര്യ നിസ്കരിച്ച് അവസാനിക്കുമ്പോൾ മോളെ പിടിക്കും. എന്തൊരു വീടല്ലേ അത്! അങ്ങനെ മോളെ വിളിച്ചു കൊടുത്തി എത്ര ഉമ്മ ഇവിടെ ഉണ്ട്. മോള് പ്രേമിച്ചതും, മോള് കഞ്ചാവ് അടിച്ചതും, മോള് കേടുവന്നതും, മോള് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതും ഓളെ തഹജ്ജുദ് നിസ്കരിപ്പിക്കാൻ ഉമ്മ മറന്നു. കാരണം ഉമ്മ നിസ്കരിച്ചിരുന്നില്ല. രാത്രിയിൽ
39-ാം അധ്യായം 9-10. ഉണ്ടായോ? ചിന്തിക്കാനാ പറയുന്നത്. എന്നിട്ട് മക്കളെ മടിയിലിരുത്തുക. ലുക്മാനുൽ ഹക്കീം മോനെ തൊട്ടടുത്തിരുത്തി. എന്നിട്ട് കേട്ടോടെ ആ ഉപദേശം മൊത്തത്തിലൊന്ന് കേട്ടോ. യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ഇന്ന ശിർക ലദുൽമുൻ അദീം, മോനെ ശിർക്ക് ചെയ്യരുത് കേട്ടോ മോനെ. ശിർക്ക് എന്ന ബഹുദൈവത്വം, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. അല്ലാഹു കാണുന്ന പോലെ ജീലാനി കാണുന്നു വിശ്വസിക്കുക. അല്ലാഹു കേൾക്കുന്ന പോലെ സിയമട ഒരു കേൾക്കുമെന്ന് വിശ്വസിക്കുക. അഭൗതികമായി സഹായിക്കുന്ന പോലെ അതിന് സഹായിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി മലക്കോ ജിന്നോ സഹായിക്കുമെന്ന് വിശ്വസിക്കുക. അതാണ് ശിർക്ക് മോനെ. അത് വലിയ പാപമാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. 13-ാം അധ്യായം 31-ാം അധ്യായം 13-ാമത്തെ വചനം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ഈമാനിൽ ദുൽമ കലരരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. 6-ാം അധ്യായം 82, 31-ാം അധ്യായം 13. വിശദീകരണാട്ടോ. രണ്ടാമത്തേത് മോനെ, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ട് മോനെ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫിൽ ലഹുമാ. ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ ഫാമിലി കോൺഫറൻസിന് പോയി. ഒരു മാസം മുമ്പ് എൻ്റെ മോൻ അബ്ദുള്ള എന്നോട് പറഞ്ഞു, 7 വയസ്സ്. എൻ്റെ മോൻ പറഞ്ഞു, ഉപ്പച്ചി എന്നെ കൊണ്ടുപോവോ? ഞാനും വരട്ടെ, എനിക്ക് ഇപ്പം എൻ്റെ കൂടെ ഇരിക്കാലോ. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ദിവസം ഞങ്ങള് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. കാരണം കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്ന് സംഘാടകർ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു കാർ എടുത്ത് അടിച്ചു വിട്ടു പോവുകയാണ്. അപ്പൊ ലൊഹറിനെ അസറിലേക്ക് കൊണ്ടുപോവുകയാണ്. വല്ലാഹി സുഹൃത്തുക്കളെ, എനിക്ക് ഇത്രമേൽ രോമാഞ്ചം ഉണ്ടായ ഒരു രംഗം വേറല്ല. എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, നിസ്കരിച്ചിട്ടില്ലട്ടോ ബാപ്പി, നിസ്കരിച്ചിട്ടില്ലട്ടോ. വല്ലാഹി എന്റെ മോനിത് കേൾക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇതെങ്ങനെ ഉണ്ടായി? പള്ളി ഇബ്രാഹിം നബി പറയാൻ, ഇന്ദ ബൈത്തിക്കൽ മുഹറം, പള്ളിയുടെ അടുത്ത് ഞാൻ വീടുണ്ടാക്കി. ആദ്യം വീടുണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, പിന്നെ പള്ളി ഉണ്ടാക്കി, വീടുണ്ടാക്കി. അങ്ങനെ മക്കളെ ഇന്ദ ബൈത്തിക്കൽ മുഹറം, പള്ളിയുടെ അടുത്ത് ഞാൻ താമസിപ്പിച്ചു. നിസ്കരിക്കാൻ കൈവിരൽ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ എന്റെ മകൻ എന്നോട് പറയാണ്, ബാപ്പി ബാങ്ക് കൊടുത്തിട്ടോ, ബാപ്പി നിസ്കരിച്ചിട്ടോ. എന്റെ മോൻ ബിലാല് ചെറുപ്പത്തിൽ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ബാപ്പി ആങ്കുത്ത് 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 എന്ന് പറഞ്ഞ ബാങ്ക് കൊടുത്തെന്നവൻ പറയുന്നത്. ആങ്കുത്ത് ആങ്കുത്ത് ഇത് പറയുന്ന മക്കളുണ്ടോ? അങ്ങനെ ബാപ്പാനെ നിസ്കരിപ്പിക്കാൻ പറയുന്ന മക്കളുണ്ടോ? പേടിക്കണ്ട, എങ്കിൽ പേടിക്കണ്ട. ഞാൻ ചോദിക്കുക നിങ്ങളോട്, അവിടെയാണ് ബാപ്പാനെ ചേ ഉമ്മാനെ ചേ. കല്ലാച്ചിയിലെ അമീദ് ഉമ്മാനെ അമ്മിക്കുട്ടി കൊണ്ട് അടിച്ചു കൊന്നു. ഉമ്മാന്റെ കഴുത്തറുത്ത് മെഡാള് കൊണ്ട് കൊന്നു. താമരശ്ശേരി കഴിഞ്ഞ ആഴ്ച. കഞ്ചാവായിരുന്നു കാരണം. ആ കുട്ടിക്കുള്ള മഹർ വരെ ആ ഉമ്മ വാങ്ങി വെച്ചിരുന്നു. 17-ാം അധ്യായം 23-24, 4-ാം അധ്യായം 34-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം 36, 5-ാം അധ്യായം 151, 2-ാം അധ്യായം 83. ഇതിലൊക്കെ പറയുന്നത് മാതാപിതാക്കളെ ബന്ധമാണ്. ലുക്മാനുൽ ഹക്കീം പഠിപ്പിച്ചെടുത്തു, മോനെ ബാപ്പയും ഇങ്ങനെയാണ്, മോശമായ വാക്ക് പറയരുത്, ചേ എന്ന് പോലും ഉപ്പാനോട് ഉമ്മാനോട് പറയും എന്നത്. ഇന്ന് മക്കൾ ധിക്കരിച്ച് ഉപ്പാന്റെ കീശ പിടിച്ചു കീറി കഞ്ചാവ് വലിക്കാൻ പോവാണ്. ഉപ്പാനെ അടിച്ച് തള്ളിയിട്ട് ഒരു അധ്യാപകനോട് കുട്ടി പറയുന്ന ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. മൊബൈൽ എടുത്ത് വെച്ചതിന് പുറത്ത് കിട്ടിയാൽ നിന്നെ ഞാൻ കൊല്ലും. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫോണിനടിമയാണ്, ഫോൺ സൈറ്റിനടിമയാണ്. എല്ലാവരും വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ലിന് ഇവിടെ ഉണ്ടോ അറിയില്ല, കുട്ടികളല്ലേ, പൈച്ചിട്ടല്ലേ, നെയ്ച്ചോറല്ലേ, ബെയ്ച്ചോട്ടേന്ന്. ഇന്ന് നമ്മളെന്താ കുട്ടികളല്ലേ ആണ്, അതുകൊണ്ടാവല്ലേ നന്നാക്കണമെന്ന് പറയുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി പരിഹാരാട്ടോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി പൊതുമുതലിൽ നിന്ന് കാരക്കെടുത്തു. കാരക്കെടുത്ത് തിന്നുക എന്നുള്ളത് പാപാണോ? അല്ല. പക്ഷെ കാരക്കെ എടുക്കുമ്പോൾ അതെന്താകണം? അത് ഹലാലാകണം. ഇത് ഈ കുട്ടിക്ക് ഹലാലല്ല. എന്നാൽ തൊയ്യബാണോ? ആണ്. കാരണം എല്ലാവർക്കും തിന്നാനുള്ള തന്നെയാണത്. പക്ഷെ കുട്ടിക്ക് തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് റസൂല് പറഞ്ഞു, മോനെ നബി കുടുംബത്തിന് ഈ കാരക്ക പറ്റില്ല, തുപ്പ് മോനെ പറഞ്ഞു. ആരോട്? നബി ചങ്കില ചോരയായി കൊണ്ടിടുന്ന ഫാത്തിമയോടാ പറയും, ഫാത്തിമന്റെ മോനോടാ പറയുന്നത്, മോനെ തുപ്പിക്കളാ. ചരിത്രം എന്താ പിന്നെ രേഖപ്പെടുത്തുന്ന അറിയോ? ജീവിതത്തിൽ
പിന്നീട് ഇങ്ങനെയുള്ളൊരു കാരക്ക ആ ചെറിയ കുട്ടി ജീവിതത്തിൽ എടുത്തില്ല. ഞാൻ ചോദിക്കുന്നു, ചെറിയ കുട്ടികൾ, നമ്മുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യനോട് പറയും, എടീ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ ഏതാ കൊണ്ടുവരുന്നതെന്ന് ആദ്യം നോക്കുക. ഇപ്പം ചെറിയ മോനുണ്ട്, ഉമറുണ്ട്, ഇസ്ഹാഖ് ഉണ്ട്, ഒരു കൈ ഇങ്ങനെ ഇടത്തെ കൈ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു നോട്ടം, തറപ്പിച്ചൊരു നോട്ടം അവൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഞാനൊരു പാട്ട് രൂപത്തിലാണ് ചോദിക്കുക, ഏത് കയ്യോണ്ടാ ഉമറേ, ഏത് കയ്യോണ്ടാ. അപ്പോൾ അവൻ്റെ കയ്യിലേക്ക് നോക്കും. അപ്പോൾ ഏത് കയ്യോണ്ടാ ഉമറേ എന്നൊന്ന് കടുപ്പിച്ചാട് ചോദിച്ചാൽ അവൻ ആ കൈ ഇങ്ങനെ വലിക്കുന്നത് കാണാം. പിന്നെ അവന് കൈ ഇങ്ങനെ മാഷാ അല്ലാ ബാറക്കല്ലാ എന്ന് ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ ഓൻ ഈ കൈ എന്നെ കൊണ്ടുവരും. ഒരു 10 വട്ടങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി നിങ്ങളെ മോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേരക്കുട്ടി അവിടുന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരൊറ്റപ്പിടുത്തം, മോനെ നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന് ബിസ്മി ചൊല്ല്. എന്നിട്ട് ആ കുട്ടിയിലുണ്ടായ മാറ്റം എന്തറിയോ? പിന്നീട് വ്യത്യസ്ത ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ അവൻ അതൊന്നും എടുത്തില്ല, അവന്റെ ഭാഗത്തുള്ള മാറ്റം എടുത്തപ്പോൾ റസൂൽ പറഞ്ഞു, മോനെ ഫ്രൂട്ടൊക്കെ വ്യത്യസ്തമാകുമ്പോൾ എല്ലാം എടുക്കാം, പക്ഷെ ഒരേ ഭക്ഷണമാകുമ്പോൾ നീ എല്ലാ ഭാഗത്തുനിന്നും കൈയിട്ട് തിന്നാൽ അത് ബാക്കിയുള്ളവർക്ക് തിന്നാൻ പറ്റൂല. കണ്ടോ, കറക്റ്റ് റൂട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളോ കുട്ടിയല്ലേ, എന്തോ ആയിക്കോട്ടെ എന്നാണ് അല്ലേ. ഇനി നിങ്ങൾ നോക്ക്, അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം സുബൈ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് ദിക്റൊക്കെ ചെല്ലാതെ പോകും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഹൃദയത്തിലേക്കാണ് ഇതിട്ടിരുന്നത് കേട്ടോ, തേൻതുള്ളി പോലെ. അബൂ ദുജാന സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകും. കുറേ ദിവസം തുടർച്ചയായിട്ട് പോയപ്പോൾ ബാക്കിയുള്ള ആളുകൾ പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, അബൂ ദുജാന ഒരു ദിക്ർ പോലും ഇല്ലാതെ കാട്ടി പ്രസവിച്ച പോലെ നിങ്ങൾ എങ്ങോട്ടാ പോണത്, പെട്ടെന്ന് എന്തൊരു മനുഷ്യനങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അബൂ ദുജാന പറയും, എനിക്ക് വിഷമമുണ്ട് പറയാൻ, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത്, ഇപ്പം നമ്മുടെ വീടിൻ്റെ അയൽവാസി മാധവേട്ടൻ, അദ്ദേഹത്തിന് ഈത്തപ്പനം നിറയെ ഈത്തപ്പഴ, അത് വീഴ എൻ്റെ മുറ്റത്തേക്കാണ്, ബഷീറിൻ്റെ മുറ്റത്തേക്കാണ്, അബൂ ദുജാനയുടെ മുറ്റത്തേക്കാണ്. അപ്പം ഞാൻ കുറച്ച് വൈകി പള്ളിയിൽ നിന്ന് ദിക്റൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് എൻ്റെ കുട്ടികൾ എണീക്കും, കാലത്ത് തന്നെ എണീക്കുന്ന സ്വഭാവം അവരിലുണ്ട്. അപ്പം ആരാൻ്റെ ഈത്തപ്പഴം സ്വന്തം മുറ്റത്ത് വെച്ച് ഞങ്ങളുടേതാണെന്ന് കരുതി അവർ തിന്നുപോകും, എൻ്റെ മക്കളുടെ വയറ്റിൽ ഹറാമ് വരും. എൻ്റെ ചോദ്യം, ഇങ്ങനെ കുട്ടികളിൽ ഹറാമ് വരുന്നത് സൂക്ഷിച്ച എത്ര വാപ്പാർ ഇവിടെ ഉണ്ട്? സ്വന്തത്തോട് ചോദിക്ക്, വേണ്ട, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടൊരു ചരിത്രം പറയാം. സ്വഹാബികൾ സുബൈസ്കാരം കഴിഞ്ഞ് ജോലിക്ക് പോകുമല്ലോ മാർക്കറ്റിലേക്ക്. അപ്പൊ സ്ത്രീകള് ഉമ്മർപടിയിൽ വന്നു നിൽക്കും. എന്നിട്ട് എന്താ പറയാറിയോ? ഹറാമാണ് ട്ടോ, ഹറാമ് കൊണ്ടുവരരുത്. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് തിന്നാൻ തരുന്നത് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ മട്ടൻ കൊണ്ടുവരുന്നുണ്ട്, ചിക്കൻ കൊണ്ടുവരുന്നുണ്ട്, അയക്കോറ കൊണ്ടുവരുന്നുണ്ട്, മുന്തിരി കൊണ്ടുവരുന്നുണ്ട്, ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്, എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നോട് ചോദിക്കുക, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബാപ്പ, സഹോദരൻ, മകൻ, ഭർത്താവ് ഇവർ കൊണ്ടുവരുന്ന ഹലാലാന്ന് ചോദിച്ച് തിന്നുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ട്? നിങ്ങൾ അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി, നിങ്ങളെ മകൻ കഞ്ചാവ് അടിക്കൂല, ഉറപ്പ്. നിങ്ങളെ മകൻ ഒരു തെറ്റും ചെയ്യില്ല. റസൂൽ എന്താ പറയുന്നത്? ബാപ്പയുമ്മേ. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. ലുക്മാനിലാക്കി മകനോട് പറയാൻ, അടുത്ത വാചകം, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. വല്ലാത്തൊരു പ്രയോഗം. മോനെ, ഒരു അണുമണി തൂക്കമുള്ള കാര്യം, ഒരു നുള്ളു വലുപ്പത്തിലെ കഞ്ചാവ് ബാഗിൽ ഒളിപ്പിച്ചു വെക്കുക. മോനെ, മൊബൈലിൽ ഒരു പെണ്ണുമായുള്ള ബന്ധം, അവിഹിത ബന്ധം ഒളിപ്പിച്ചു വെക്കുക, അതിന് പ്രത്യേക ലോക്കാക്കുക. ബാപ്പാക്ക് ഇതൊന്നും അറിയില്ല, പക്ഷെ മോനെ, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് മോനെ. ഒരു ചെറിയ അണുമണി തൂക്കമുള്ള കാര്യം ആകാശത്തിലോ ഭൂമിയിലോ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ എവിടെയാണെങ്കിലും അല്ലാഹ് അതൊക്കെ കാണുന്നുണ്ട് മോനെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മോനെ പതിസ്ഥാനത്തിരുന്ന് റബ്ബ് കാണുന്നുണ്ട് മോനെ എന്ന് 10 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ച എത്ര രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്? മക്കളെ കൂടെ കൊണ്ടിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ ഷോൾഡറിൽ എടുത്തു. ഏറ്റവും അത്ഭുതം എന്താ അറിയോ? ലോകത്തെ ഏറ്റവും തിരക്കുള്ള മനുഷ്യനായിരുന്നു റസൂൽ. സഹോദരിമാരെ മനസ്സിലായിക്കൊള്ളിട്ടോ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ബാപ്പാരോടൊന്ന് പറഞ്ഞോട്ടെ, ക്ഷമിക്കണം കേട്ടോ, പരമാവധി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഫാത്തിമയോട് ഭയങ്കര, മറ്റു കുട്ടികളൊക്കെ മരിച്ചു പോയല്ലോ, ഫാത്തിമയായിരുന്നു നബി ജീവിക്കുമ്പോഴുള്ളത്. ഫാത്തിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക്, എല്ലാവർക്കും അറിയാം. എന്നിട്ട് റസൂൽ ചെയ്തത് എന്താണെന്നറിയോ? റസൂലിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കള്ളി ജനൽ, അതായത് തുണി കൊണ്ടുള്ള, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തുണി കൊണ്ടുള്ള ഒരു ജനൽ, അപ്പോൾ ആ തുണി ഇങ്ങനെ പൊക്കിയാൽ, തായ് ഭാഗം ഇങ്ങനെ പൊക്കിയാൽ ഫാത്തിമാൻ്റെ വീട് കാണാം. ഫാത്തിമാൻ്റെ വീട്ടിലും ഇതുപോലൊരു ടവൽ കൊണ്ട് ഒരു ജനൽ, രണ്ടുപേരും പരസ്പരം കാണുന്ന രൂപത്തിലാണ് ജനൽ.
അപ്പൊ ആ തുണി അങ്ങോട്ട് കർട്ടനായിട്ട് പൊക്കിയാൽ ഫാത്തിമാക്ക് ഉപ്പാനെ കാണാം, ഉപ്പാക്ക് ഫാത്തിമനെയും കാണാം. ഇടക്കിടക്ക് ഫാത്തിമ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് നബി ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ തന്നെ നബീന്റെ മോളും ചിന്തിക്കും ഇപ്പൊ എന്തായിരിക്കും ചെയ്യണത്. അപ്പൊ ഫാത്തിമ കർട്ടൻ ഇങ്ങനെ പൊക്കുമ്പോ അതേ സമയത്തുണ്ടാവും റസൂലും. ആ മനസ്സിന്റെ ഒരു സ്നേഹവും ബന്ധവും നോക്ക്. ഇങ്ങനെ മക്കളെ സ്നേഹിച്ച് എത്ര വാപ്പാർ ഇവിടെ ഉണ്ട്. തീർന്നില്ല കേട്ടോ. അസർ നിസ്കാരം കഴിഞ്ഞാൽ വലിയൊരു ഉഷാറാ നമുക്ക്. അസറിന്റെയും മരുവിന്റെ ഇടയിൽ വലിയൊരു എനർജിയാ പുറത്തു പോകാനും വരാനും. ളുഹ്ർ ടു അസർ വരെ നമ്മൾ കിടക്കും, ചിലപ്പോൾ വിശ്രമിക്കും. റോട്ടിലൊക്കെ ബസ്സൊക്കെ കാലിയായിരിക്കും, ഒരുപാട് ഫ്രീ ആയിരിക്കും. എന്നാ അസർ കഴിഞ്ഞാൽ എൻഗേജ്ഡാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതമാണ്. എല്ലാ അസർ കഴിഞ്ഞാലും ഫാത്തിമന്റെ അടുത്ത് പോകും, അവിടെ കുറച്ചേരി ഇരിക്കും. ചെന്നുടനെ തന്നെ ഫാത്തിമക്ക് ഉമ്മ വെക്കും. അലിയാരുടെ ഭാര്യയാണ്, വലിയ മോളാണ്. പക്ഷെ അള്ളാന്റെ റസൂൽ ഉമ്മ വെക്കും. ഫാത്തിമ ബീവി നബിക്കും ഉമ്മ കൊടുക്കും. ഫാത്തിമന്റെ പ്രയാസങ്ങളിലൊക്കെ റസൂൽ ചോദിക്കും. എന്നും ഇങ്ങനെ അസറിന് ചെല്ലുന്ന ഒരു ബാപ്പാനെ ഒരു മകള് വേദനിപ്പിക്കുമോ? എൻ്റെ അപ്പനെ എത്ര സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അപ്പാനോട് ഇത് ചെയ്തുകൂടാ. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തൊരു ബാപ്പാൻ്റെ മോളാണെങ്കിലോ ഒരു പയ്യൻ കുറച്ച് സ്നേഹം കൊടുത്താൽ മതി, ഓൻ്റെ കൂടെ അങ്ങ് പോകും. അതാ മോളുടെ കുറ്റമല്ലടോ. സ്നേഹം ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. ഭർത്താവിൽ നിന്ന് ഭാര്യ മറ്റൊരു പുരുഷനായിട്ട്, അത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, ഓൻ കൃത്രിമമായിട്ടാണ് സ്നേഹം കാണിക്കുന്നതെന്ന് ഓൾ അറിയുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ സ്നേഹം ഏതുപോലെ വീട്ടിനുള്ളൊരു ചെടി നട്ടു, ജനലിനുള്ളിൽ കൂടെ ചെടി പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ വളരും. ചെടി വെച്ചത് ഇവിടെ ആയിരിക്കും, പക്ഷെ അതിങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ വളരുക. അതെന്താ? സൂര്യപ്രകാശം തേടിപ്പോവുകയാണത്. അതുപോലെ സ്നേഹം തേടിപ്പോവും. ബാപ്പ സ്ഥിരം കൊടുക്കെങ്കിലോ സ്നേഹം തേടിപ്പോവില്ല, അർഹതപ്പെട്ടിടത്തേക്കേ പോവും, വേറെ ഒരു സ്ഥലത്തും പോവില്ല. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന മകനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്, മരിച്ചുപോയി. ഇബ്രാഹിമിനെ കാണാൻ അസർ കഴിഞ്ഞിട്ട് ഫാത്തിമൻ്റെ അടുത്ത് പോവും, തൊട്ടടുത്ത ഫാത്തിമൻ്റെ. പക്ഷെ മകൻ താമസിച്ച് കുറച്ച് വിട്ടിട്ടാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നിങ്ങനെ കയറും. ഇബ്നു അബ്ബാസ് പറയാണ്, ആ പോക്കൊന്ന് കാണേണ്ടതാ മോനെ ഇബ്രാഹിമിനെ കാണാൻ. എന്നിട്ട് അവനെ വാരിയെടുക്കും, അവനെ ഉമ്മ വെക്കും, കുറച്ചു നേരം അവനെ കളിപ്പിക്കും, എന്നിട്ട് പോകും. ലോകത്തെ ഏറ്റവും തിരക്കുള്ള ആള്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാൻ, ഉമ്മമാരോട് ഞാൻ പറയുന്നതോട് തെറ്റിദ്ധരിക്കരുത്. പെറ്റിട്ടുടനെ നിങ്ങൾക്ക് ജോലിക്ക് പോയി, നിങ്ങൾ ജോലിക്ക് പോയി, ഡേ കെയറിൽ എവിടെയെങ്കിലും കുട്ടികളെ ഏൽപ്പിച്ചു, നിങ്ങൾ അമ്മിഞ്ഞപ്പാൽ പോലും കറക്റ്റ് ടൈമിന് കുട്ടി കിട്ടിയില്ല, കരഞ്ഞു തളർന്ന കുട്ടിക്ക് നിങ്ങളോട് ചെറുപ്പത്തിൽ തന്നെ വെറുപ്പാ തുടങ്ങുന്നത് മനസ്സിലാക്കിക്കോളെ. ജോലിയുടെ പേരിൽ നശിപ്പിച്ചത് നിങ്ങളുടെ കുടുംബമാണ്. പെണ്ണുങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളെ, പെണ്ണുങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളെ. അല്ലുമ്മ മദ്രസത്തുന്ന, ഉമ്മയാണ് പാഠശാല. സ്നേഹം കൊടുക്കുക. നമ്മൾ പണ്ട് പാടിയിരുന്നത് എന്താ നമ്മൾ പാടിയിരുന്നത്? അമ്മതൻ വാത്സല്യമൃതായി അച്ഛന്റെ സ്നേഹം കുളിരായി, അല്ലേ? ഉമ്മതൻ വാത്സല്യമൃതായി അച്ഛന്റെ സ്നേഹം കുളിരായി കരുതുന്നൊരു ബാപ്പുണ്ടെങ്കിൽ ആ മക്കളൊരിക്കലും കേടിരില്ല. മക്കളെടുത്ത് രാത്രി പോയിരുന്ന് ഒലി കിടക്കുമ്പോൾ, ഞാനൊക്കെ രാത്രി ചെന്നാലും മക്കളെടുത്ത് പോകും, അവർ കിടക്കുകയായിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു വലിയ മോളോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മകളെ മെല്ലെ വിളിച്ചോണ്ടും, മോളെ ബാപ്പാനോട് ക്ഷമിക്കണം, കുട്ടി ഒറ്റയ്ക്കുള്ളപ്പോൾ ഇത് പറയാൻ പറ്റും. ബാക്കിയുള്ള ആളുകൾ ഇരിക്കുന്നിടത്ത് നിന്നോട് ഞാൻ ഇത് പറയുമ്പോൾ അവർക്ക് വിഷമാവും, നിനക്കും വിഷമാവും. അവരെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് പറയും, അത് നിന്നെ നിന്ദിക്കലാണ്. അതുകൊണ്ട് മോളെ ഒന്ന് എഴുന്നേക്കണം, ഒന്ന് കയ്യും മുഖക്കുക, ഇപ്പച്ചിൻ്റെ മോളൊന്നും ഇവിടെ വന്നിരിക്ക്, ഇപ്പച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഏത് ചെറിയ കാര്യമാണെങ്കിൽ നിസ്കാരത്തിൽ ചെറിയ ശ്രദ്ധ വെച്ചാൽ മക്കളെ വിളിക്കണം. അങ്ങനെ മക്കൾക്ക് തോന്നണം, എൻ്റെ അപ്പ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അപ്പ നരകത്ത് പോ, ഞാൻ നരകത്ത് പോകുന്നു, എൻ്റെ അപ്പാക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ, ഇന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സ്കൂളുകളിൽ വ്യത്യസ്ത സ്ഥലത്താണ് മക്കൾ പഠിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. അവിടെ ഒക്കെ പോകണമെങ്കിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഡ്രൈവ് ചെയ്യണം, കാല് സുഖമില്ലാത്തതാണ്, എന്നാലും കഷ്ടപ്പെട്ട് ആരെയും കൂട്ടാതെ ഞാൻ പോവും. എന്തിനാ? മക്കളോടുള്ള ആ അടുപ്പം ഇങ്ങനെ നിലക്കണം. ഇല്ലെങ്കിൽ മക്കൾ കേട്ടിരുന്ന് അറിയാവുന്നതുകൊണ്ടാണ്. പേടിക്കണം, ഇന്നത്തെ ലോകാണ്. മക്കൾ, നമ്മൾ ആരെങ്കിലും സ്കൂള് നോക്കൂ, സ്കൂൾ മീറ്റിങ്ങിൽ PTA മീറ്റിങ്ങിൽ പെണ്ണുങ്ങളാ കൂടുതലുണ്ടാകുക. അതാണ് കേരളം തോൽക്കാനുള്ള ഒന്നാമത്തെ കാരണം. പെണ്ണ് മോശമായിട്ടല്ല, പെണ്ണിന് ബോൾഡായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ബാപ്പയാവുമ്പോ ബാപ്പാക്ക് ബോൾഡായ അഭിപ്രായം പറയാം. ഇപ്പൊ സ്കൂൾ വളരെ മോശമായ ഒരു സംഗതി കൊണ്ടുവരിക, പെണ്ണുങ്ങളൊക്കെ പറയും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ. ആണുങ്ങൾ അങ്ങനല്ല, മുന്നും പിന്നും ആലോചിച്ച് നോക്കും, ഇതിന് ഞങ്ങൾ സപ്പോർട്ടില്ല എന്ന് പറയും. ആണുങ്ങൾ പോകുന്നില്ല സ്കൂള്, പോട്ടെ. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരറിയുന്ന എത്ര ബാപ്പാരുണ്ട്? ഒന്ന് പറ, ധൈര്യ സമയത്ത് ഒന്ന് കൈബന്ധിക്ക്. വേണ്ട, സ്വന്തം മകൾ പഠിക്കുന്നത് എത്രയിലാന്നൊന്ന് ചോദിച്ചു നോക്കിയേ. 7 അല്ല 5 3. അപ്പൊ മറ്റോട് ഭാര്യ പറയാ, എന്താ കാക്ക 4 നമ്മളെ കുട്ടി പഠിക്കണത്, കണ്ടോ എങ്ങനെ കേടുവന്നു, എങ്ങനെ കേടുവന്നു. നല്ലോണം ചിന്തിക്കും. സ്കൂളിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങളെ കൂട്ടുകാരാരാന്ന് ചോദിക്കും. പെൺകുട്ടികളാണ് കൂടുതൽ, അതുകൊണ്ട് കൂട്ടുകാരികൾ ആരാന്ന് ചോദിക്കും. കൂട്ടുകാരനുണ്ടോ എന്ന് ചോദിക്കും. കൂട്ടുകാരനുണ്ടോ, കൂട്ടുകാരിയുണ്ടോ? എന്നാൽ അവരൊക്കെ വിളിച്ചിട്ട് 10 ദിവസത്തെ ലീവുള്ളപ്പോൾ ഒരു ദിവസം വരണം, നമുക്ക് ഭക്ഷണം കൊടുക്കാം.
കുട്ടികൾക്ക് അറിയില്ലല്ലോ ഞാൻ എന്തിനാ അവർ വിളിച്ചിരുത്തിയെന്ന്. ഗേറ്റ് കടന്ന് കുട്ടികൾ വരുമ്പം തന്നെ അറിയാം ഇത് വക്കൊട്ടിയതാണോ വക്കൊട്ടാത്തതാണോ. എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ വേഷം കണ്ടാൽ അറിയാം ഓട് കൂട്ടുകൂടുന്നത് ആരോടാണ്. ഉടനെ ഫുൾ സ്റ്റോപ്പാ, പിന്നല്ല. അപ്പം നിർത്തിയാണ് പറഞ്ഞു. ആ കുട്ടികളോടും പറയും, മോളെ ഈ ചുണ്ട് ചായം തേച്ച് എന്തിനാ മോളെ, ആരെ കാണിക്കാനാ മോളെ, ആരെ കാണിക്കാനാണ് പൊന്നു മോളെ, നീ ഇത് വേറൊരു ലക്ഷ്യം ഇതിനില്ലല്ലോ. ചുണ്ട് ചോപ്പ് പരത്തുന്നതിനനുസരിച്ച് A+ കൂടുവോ? നിങ്ങൾ പറഞ്ഞോളൂ. മുഖത്ത് പുട്ടിട്ടാൽ അത് ഞാൻ സ്ത്രീകളോട് പറയുന്നൊരു കാര്യം എന്താ അറിയോ, ആണുങ്ങളെ കണ്ടു പഠിച്ചോളി. ഞങ്ങളാരെയും ചുണ്ടിൻ്റെ ചോപ്പ് നോക്കിയാൽ ഞങ്ങളെ ഭർത്താവായി സ്വീകരിച്ച്. അപ്പം നിങ്ങളർത്ഥം എന്താ പറയുക, നിങ്ങൾ തോറ്റ ജനതയാണ്, നിങ്ങൾക്ക് ആണുങ്ങൾ അത്രയും സൗന്ദര്യമില്ല, ഞങ്ങൾ പൗഡർ പോലും ഇടാറില്ല, നിങ്ങൾ 1.5 കിൻഡൽ പുട്ടിയെടുന്ന് തന്നെ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ വല്ല മോശം നിങ്ങൾക്ക് എന്നെ അഭിപ്രായം ഉണ്ട്. ആണുങ്ങൾക്ക് ഞങ്ങൾ വന്ന് പെണ്ണ് കാണുമ്പോൾ പുട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് അല്ല. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ പിടിച്ചില്ലേ, നിങ്ങൾക്ക് ഞങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പിടിക്കാൻ, നിങ്ങൾ ചുണ്ട് പുട്ടിയിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ആഗ്രഹിച്ച ഏതെങ്കിലും ആണുണ്ടോ? മാത്രമല്ല അറപ്പ് തോന്നൂലേ അത്. പണ്ട് വേശ്യകൾ ഇട്ടിരുന്നാണത്. ഞാൻ വെറുതെ പറയല്ലേ, വേശ്യകൾ ഇട്ടിരുന്നത്. അമേരിക്കയിലെ ജയിലിൽ കുട്ടികൾ ഉപയോഗിച്ച ഡ്രസ്സാണ് ജീൻസ്. നിങ്ങൾക്കറിയോ? ഞാൻ ജീൻസ് ഇടുന്ന പോലെ കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൺകുട്ടികളെ പാൻറ് ഇവിടുന്ന് ആ ചന്തി കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ കുട്ടികൾ പണ്ട് കാഷ്ടിച്ചിട്ട് പാമ്പേഴ്സ് തൂങ്ങിക്കൂലേ, അതുപോലെയാണ് പാൻറ് തൂങ്ങിക്കണത്. അതെന്താ കാരണം? അതായത് അമേരിക്കൻ ജയിലിൽ സ്വവർഗരതിക്കാരായ ആൺകുട്ടികൾ ധരിച്ചിരുന്ന ഡ്രസ്സാണ് അത്. ഞാൻ സ്വവർഗരതിക്ക് വില്ലിങ് ആണ് എന്നുള്ളതാണ് ആ തെളിവ്. ആ ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നത്. മുഖത്ത് പുട്ടിടുകയും ചായം തേക്കുകയും കാലിൻ്റെ വിരലിൽ മോതിരിടുകയും ഒരു കാലിൽ ചരട് കെട്ടുകയും ചെയ്തിരുന്നത് വേശ്യകളാണ് ഒരു കാലത്ത്. നിങ്ങൾ പഠിച്ചു നോക്കി, ഞാൻ വെറുതെ പറയും, നിങ്ങൾ പഠിച്ചു നോക്കി. അതൊക്കെ നമ്മളെ പെൺകുട്ടികളും ചെയ്യാണ്. എന്താണ് അനുകരിക്കുന്നതെന്ന് ഓർമ്മയില്ല. മുടി എന്തിനാ വെച്ച് സത്യത്തിൽ ബാർബർ ഷോപ്പുകാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പരാതിയല്ലത്. ഓനൊരു മുടി വെട്ടാൻ കിട്ടുന്നില്ല, കാരണം ഇപ്പം മുടി തന്നെ വെട്ടുന്നില്ല. സാമൂഹ്യ ദ്രോഹി അവന്, ബാർബർ ഷോപ്പർക്കെതിരെ അവന്. അതെങ്കിലും ചിന്തിച്ചിട്ട് നല്ലൊരു മുടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് ദയവ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളതറിയോ, പണ്ടൊക്കെ ഒരു പാൻസിന് കാൽമുട്ടിലോ കാൽത്തുടയിലോ നരിയാൻ്റെ അടുത്തോ കീറലുണ്ടതിൻ്റെ അർത്ഥം എന്താ? ഓനാ പാൻസേ ഉള്ളൂന്നാ. അത് ഇട്ടിട്ടിട്ടിട്ടിട്ട് കേടുവന്നതാണ്. നേരെ മറിച്ച് ഇന്ന് 300 കീറലാ. ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ചോദിക്കും, പൂർണ്ണതല്ലാത്ത അപൂർണമായ കീറിയ പാൻ്റ് ഉണ്ടോന്നാ ചോദ്യം. എനിക്കൊരു പേടിയേ ഉള്ളൂ, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മുന്നും പിന്നും തീരെ അല്ലാത്ത ഇട്ടുകളോ എന്ന് പേടിക്കണം. മുന്നിലില്ല. ഞാൻ ചോദിക്കാം, ഈ സാധനം എന്തിനിടുന്നത്? നിങ്ങൾക്ക് തുണി കഴിച്ചിട്ടെങ്കിൽ നടന്നൂടെ? പക്ഷെ ഒരു കാര്യം ഓർത്തോളി, തുണി കഴിച്ചിട്ട് നടക്കുന്ന സ്റ്റെപ്പിലേക്കുള്ള പോക്കാത് നല്ലോണം മനസ്സിലായിക്കോളും. മാന്യമായൊരു ഡ്രസ്സ് ഇട്ടൂടെ, അന്തസ്സായ ഒരു ഡ്രസ്സ്, മുടിയൊക്കെ വാർന്ന് വെച്ച് താടിയൊക്കെ നല്ല മിനുക്കി മനോഹരമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ? എങ്ങനെ കുട്ടികളെ പോയി നിൽക്കാതിരിക്കും? ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ചിന്തിക്ക്. കൂട്ടുകെട്ട് എന്താണ്? നമ്മുടെ മകളുടെ കൂട്ടുകാരി ആരാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂർ മോള് പഠിക്കണം, ഞാനെതിരൊന്നുമില്ല. പക്ഷെ ബാംഗ്ലൂർ മോളെ ബെഞ്ചുമ്മിൽ കിടക്കുന്നത് അപ്പുറത്തെ ചെക്കനാണെങ്കിൽ അത് ഇനി പണ്ടൊക്കെ പറയൽ എന്തറിയോ, ഒരു പെണ്ണ് ആണിനോട് മിണ്ടിയാലാ കുഴപ്പം. എനിക്ക് ഏറ്റവും പേടി ഒരു പെണ്ണിനെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയാൽ. ഇപ്പം എനിക്ക് പേടിയാ. ഞാൻ പറയുന്നു, ആണുങ്ങൾ കാണിക്കുന്നതിനേക്കാൾ വൃത്തികെട്ട ലൈംഗികത പെണ്ണിനെയായി മാറിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ കാരണം പെണ്ണിനൊരു നിശ്ചിത പ്രായമാകുന്നവരെ ലെസ്ബിയൻ ആകാൻ കഴിയും, പുരുഷനതിന് കഴിയില്ല. ഞാനിതൊക്കെ പറയുന്നത് എന്തിനറിയോ? ഈ തോന്നിയാസങ്ങൾ ലോകത്ത് നടക്കുന്നു. ദീനില്ലാതെ ഒരു മനുഷ്യന് രക്ഷ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ടോ? ആരാ കൂട്ടുകെട്ട്? ആദില നൂറ. എന്തായി? മനുഷ്യവംശത്തോട് തന്നെ അവർ തെറ്റ് ചെയ്തു. ആദിലയും നൂറയും കല്യാണം കഴിച്ച കുട്ടി ഉണ്ടാവോ? ആദിലയും നൂറയും 100 കൊല്ലം ജീവിച്ചാലും ഒരു തമ്മിൽ ലൈംഗിക സുഖം കിട്ടുന്നല്ലാതെ ഒരു കുട്ടി ജനിച്ചിട്ട് LKG ചേർക്കാൻ പറ്റുമോ? പിന്നെ സ്കൂൾ ഉണ്ടാവുമോ? നെഹ്റുവിന്റെ അച്ഛനും ഗാന്ധിജിയുടെ അച്ഛനും കല്യാണം കഴിച്ചാൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടാവില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന അബുൽ കലാം ആസാദിന്റെ ഉമ്മമാർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഇവർ രണ്ടാളുണ്ടാവുമോ? എംബാപ്പയുടെ അമ്മയും അതുപോലെ റൊണാൾഡോന്റെ അമ്മയും കല്യാണം കഴിച്ചാൽ റൊണാൾഡോ ഉണ്ടാവില്ല, എംബാപ്പ ഉണ്ടാവില്ല, അസറുദ്ദീനും സച്ചിൻ ടെണ്ടുൽക്കറും ഉണ്ടാവില്ല. ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണം. അതാണ് മതം പഠിപ്പിക്കുന്നത്. യുക്തിവാദത്തിൽ E.A. ജബ്ബാർ പ്രസംഗിച്ചതാണ്. ആണിനെ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? അപ്പം ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ
എൻ്റെ ഒരു മോനെ കൊണ്ടാ കെട്ടിച്ച്, എൻ്റെ മോനെ ഒരു മോളെ കൊണ്ടാ കെട്ടിച്ച്. ഇജ്ജ് എൻ്റെ വീട്ടിൽ എന്താണ് എൻ്റെ മോളെ വേറൊരു മോളെ കൊണ്ട് കെട്ടിക്കാതിരുന്നത്? എൻ്റെ മുറ്റത്ത് 4 ട്രോഫി ഇല്ലേ, പേരക്കുട്ടികൾ 4 മുറ്റത്ത് കളിക്കുക. എന്നിട്ടാ മൂപ്പര് വന്നിട്ട് പ്രസംഗിക്കുന്ന 2018 എന്ത് ആണിനെ കല്യാണം കഴിക്കുന്നതാണ് മോഡേൺ ഏജിൽ ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്ക്, എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്ക്. അവിടെയാണ് കൂട്ടുകാരൻ ആരാവണം. ഇപ്പൊ നേരത്തെ ഷെരീഫ് കാരട്ട ക്ലിപ്പിന്റെ ബാക്കി നേരത്തെ ഇവിടെ ഇട്ടു, അതൊന്നുകൂടെ കേട്ടു നോക്കി നിങ്ങൾ. ആരൊക്കെയാണ് അവരുമായി സഹകരിക്കുന്നത് കേട്ടെ. ഞാൻ 1-2 കാര്യം അതുമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നുകൂടെ അത് കേട്ടു നോക്ക്. കസ്റ്റമർ പറഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങളെ വന്ന്, പിന്നെ ഓനും ഫ്രണ്ടായി ഓരോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടാവില്ല, എവിടെ എനിക്ക് സ്വാഗതം. എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ, സ്വർണത്തിന്റെ കാര്യമുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. വെറുതെ കിട്ടണം, ഇതാരും വെറുതെ കിട്ടില്ല. ഇതൊരു ലേശത്തിന് കൊടുക്കണം 1500-3000. ഇതെല്ലാവരും വെറുതെ ആക്കി. അവനൊരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നടിച്ച്. പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും, പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും, മക്കളും അടിക്കും. അത് അവർ തമ്മിൽ അറിയില്ല, ഇപ്പൊ അറിയുന്നുണ്ടാവും. അതൊക്കെ അവർക്കറിയും. കാരണം ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസിങ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ആരൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നു, ആരൊക്കെ സൈലന്റ് കില്ലർമാരുണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ എനിക്കറിയാം, എല്ലാം അറിയാം. ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുടുംബങ്ങൾ തെറ്റിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഡൈവോഴ്സ് ആയിട്ടുണ്ട്. ഈ കാരണം സംശയം, എൻ്റെ വൈഫ് ആരുമായിട്ട് ബന്ധമുണ്ട്, സംശയം തോന്നുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് സംശയരോഗം കുറച്ച് കൂടുതലാണ്. സംശയം കൂടുതലാണ്. അത്രയും സംശയമാണ് ഇതിന്റെ മെയിൻ. നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സംശയം, ഫ്രണ്ട്സ് എന്തെങ്കിലും അവിടെ ഇരുന്ന് ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ ഇയാൾക്ക് വിളിച്ച് ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞ അവിടെ നിന്ന് എന്തെങ്കിലും പലതും നമ്മൾ ചിന്തിക്കുകയാണ്. അതാണ് ഇതിന്റെ മെയിൻ സംശയമാണ്. എന്തെല്ലാം കാര്യമാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ചോ? എന്തെല്ലാം കാര്യമാണ്. ആരാ ഡോക്ടർ, ആരാ നഴ്സ്? ആരോഗ്യത്തിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ചവർ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ, ആരോഗ്യം, സുസ്ഥിരമായ ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, ലോകാടിസ്ഥാനത്തിലെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തേണ്ട ഒരു ഡോക്ടർ ഇതിൽ എങ്ങനെ എത്തി? മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന കുട്ടികളാണ്, എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്, പാമ്പാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, പെത്തഡിൻ ഉപയോഗിക്കുന്നത്, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് വന്നാൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നഴ്സുമാര് ചെയ്യുന്നു. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പെങ്ങൾക്ക് ഭയങ്കര ബഹുമാനായിരുന്നു ആങ്ങളയോട്. പെങ്ങളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ആങ്ങളയ്ക്ക്. ഒരു പെങ്ങൾ നശിക്കുന്നു, വാ നമുക്കൊന്നിച്ച് നശിക്കാമെന്ന് പറയുന്ന അവസ്ഥ കേരളത്തിൽ എങ്ങനെ സംജാതമായി? അന്നബി സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റാ മിൻകും മുൻകറാ ഫലിയുഗയ്യിർഹു ബിയദിഹി നോക്കു ഫഇല്ലം യസ്തതി ഫബിലിസാനി ഫഇല്ലം യസ്തതി ഫബിഖൽബി വദാലിക അളഫുൽ ഈമാൻ. പെങ്ങള് കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞാൽ ഒരൊറ്റ അടി കൊടുത്തുകൊണ്ട് തിരുത്തേണ്ട ആങ്ങള പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി 2 പേര് ഉപയോഗിക്കുക. മിംസ് ഹോസ്പിറ്റലില് എനിക്കറിയുന്ന ചില ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. എൻ്റെ ഭാര്യയുടെ പ്രസവമൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് അപ്പൊ അവർ പറയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം എന്താ അറിയോ നിങ്ങൾക്ക്? പെങ്ങളോ ആങ്ങളെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഇത് പെങ്ങളാണ് എന്ന് മനസ്സിലാകാതെ ആ കുട്ടിയെയുമായി ആങ്ങളെ എൻ്റെ അടുത്ത് വന്നോ. സുബ്ഹാനല്ലാഹ്, അത് പറയുമ്പോൾ ഡോക്ടർ കരയാണ്. അവർ മുജാഹിദ് ഡോക്ടറാണ്. സ്വന്തം പെങ്ങളെ ആങ്ങളെ ഗർഭിണിയാക്കി അതുമായി വന്നു. ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോകുന്നില്ല, സ്വകാര്യങ്ങളാണ്. എങ്ങനെ പറയും? ബാപ്പയാൽ ഗർഭിണിയാക്കപ്പെട്ട ഒരു കുട്ടിയുടെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തൊരു മകന്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? ബാപ്പ ഉപയോഗിക്കുന്നു, ഉമ്മ ഉപയോഗിക്കുന്നു, ഭാര്യയും ഭർത്താവ് ഉപയോഗിക്കുന്നു. ആര് വളരണം? ആര് കണ്ട് വളരും? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ്. മാതാപിതാക്കൾക്ക് മാതൃകയാകാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ നന്നാവും? യാ ബുനയ്യ അഖിമിസ് സ്വലാ, എൻ്റെ പൊന്നുമോനെ, വഅ്മുർ ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ. നോക്കൂ, എന്താ പറയും? മോനെ നിസ്കരിക്കട്ടോ. നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സകല വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് നിസ്കാരം മനുഷ്യൻ നന്നാക്കും.
എന്നിട്ട് മോനോട് ബാപ്പ പറയുന്നതാ, നന്മ കൽപ്പിക്കുന്ന ആളാകണം കേട്ടോ, ഒരു തിന്മയുടെ കൂടെയും നിന്റെ കൂടെ ഉണ്ടാവരുത്. മക്കള് ടൂർ പോകുന്നു, ശ്രദ്ധിച്ചോളി. അധ്യാപകൻ കാരണക്കാരനാകാം, ടീച്ചേഴ്സിനോട് പൊറുക്കണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറയണില്ല. ടീച്ചറെ പ്രേമിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി, ആ കുട്ടിയുടെ പ്രേമാഭ്യർത്ഥനത്തിന് മുമ്പിൽ ശരീരം തൊടാനും പിടിക്കാനും കൊടുത്ത ടീച്ചറുടെ കഥ കേരളത്തിൻ്റെ കഥയാണ്. എന്തിക്കണം നിങ്ങൾക്ക്? 9 വയസ്സുള്ളൊരു പയ്യന് തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും സ്പർശിക്കാൻ അവസരം കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉള്ള ലോകത്ത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എല്ലാവരും ഇവിടെ റസൂലിന്റെ ഹദീസ് ഞാൻ ഉദ്ധരിച്ചു. അതിന്റെ അർത്ഥം എന്താ അറിയോ? അന്നബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅ മിൻകും മുൻകറ. ഒരു തെറ്റ് കണ്ടാൽ, ആങ്ങളയുടെ തെറ്റ്, പെങ്ങളുടെ തെറ്റ് കണ്ട ആങ്ങളെ തടുക്കണ്ടേ? അനുജന്റെ തെറ്റ് കണ്ട ഇക്കാക്ക തടുക്കണ്ടേ? കൈകൊണ്ട് പിടിച്ചു വെക്കണ്ടേ? അവനെ പിടിച്ചു വലിച്ചു വീട്ടിൽ കൊണ്ട് നല്ലെന്നാല് കൊടുക്കണ്ടേ? ഇന്ന് തല്ലാൻ പറ്റില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് നന്നാകുന്നില്ല, കേടായിരുന്നു. തൊടാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, പോയിട്ട് ചത്തുകളാണ്, തൂങ്ങി മരിച്ചുകള് മൊബൈൽ പിടിച്ചു വെച്ചാൽ. അവിടേക്ക് എത്തിയത് എന്തുകൊണ്ടാ? കുട്ടിക്കാലത്ത് മൊബൈൽ കൊടുത്തു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ച ഇന്നലെ ഞാനും വൈഫും കൂടെ ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് എനിക്ക് സമയത്ത് ഒരു കുടുംബം, ആ ബാപ്പാക്കും ഉമ്മാക്കും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ചെറിയ കുട്ടീൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്താലല്ലാതെ അവൻ സമ്മതിക്കില്ല. പണ്ടൊക്കെ, ഞാൻ ഉള്ളത് പറഞ്ഞോട്ടെ, പണ്ടൊക്കെ കുട്ടികൾ എടുത്ത് വരെ ടോയ്ലറ്റ് പോകുന്ന ഉമ്മമാരുണ്ടായിരുന്നു. എന്തിന്? കുട്ടി കരയുന്നതിന് ടോയ്ലറ്റ് എടുത്തുകൊണ്ട് മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കുക. ഇന്നെന്താ പറയുക, പെണ്ണുങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. കുട്ടി നിലവിളിക്കുക എന്നുള്ളത് സഹിക്കാനേ പറ്റില്ല. കരഞ്ഞാലും കുട്ടി നിലത്ത് കിടന്നുരുണ്ടാലും എൻ്റെ മകൻ ഭാവിയിൽ കേടുവരരുത്, അതുകൊണ്ട് ഞാൻ മൊബൈൽ കൊടുക്കില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? ഒരുവിധ പ്രശ്നം അവസാനിക്കും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 7 വയസ്സുള്ള കുട്ടിക്ക് എന്തിനാ മൊബൈൽ കൊടുക്കണത്? 13 വയസ്സുള്ള കുട്ടിക്ക് എന്തിനാ മൊബൈൽ വാങ്ങിക്കൊടുത്തത്? ബാപ്പ നല്ല സ്നേഹമാണെന്ന് തെളിയിച്ചതാ. ഒന്നിനും പറ്റാത്ത മോനായിട്ടാണ് വളരാൻ പോണത്. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക, നല്ലവണ്ണം ആലോചിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു ക്ലിപ്പ് കൂടി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളുകളിൽ ഇതെന്താ നടക്കുന്നത് എന്നറിയാൻ. വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് വ്യാപകമാണ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം കൂടുന്ന പശ്ചാത്തലത്തിൽ അധ്യാപകരും പോലീസും എക്സൈസും അടങ്ങുന്ന സ്ക്വാഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്കൂളുകളിൽ പരിശോധന നടത്താൻ പരിമിതികളുണ്ട്. സ്കൂളുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് പുറത്തു പറയാൻ അധ്യാപകർക്കും ഭയം. സ്കൂൾ ബാഗുകളിൽ ഒളിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, കുറെ കാലങ്ങളായി നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങൾക്ക് അകത്തും പുറത്തും ഈ ലഹരി ഒഴുകിയെത്തുന്നുണ്ട്. അതിന്റെ സ്രോതസ് കണ്ടെത്താൻ പലപ്പോഴും കഴിയാറുമില്ല. കുട്ടികൾ വരെ കാരിയർ ആകുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ട്, ചെറിയ കുട്ടികൾ വരെ. ഇതിന് എന്താണ് ഒരു പരിഹാരം? ഏതെങ്കിലും തരത്തിലൊക്കെ ഇതിനൊരു പരിഹാരം കാണാൻ ഈ ഒരു ശൃംഖല മുറിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? ആര്യ, സമീപകാലത്ത് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കൂടിയതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സിന്തറ്റിക് ഡ്രഗിന്റെ ഉപയോഗം അത് ഉപയോഗിക്കുന്നത് കൂടുതലും കൗമാരക്കാരാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ വിദ്യാലയങ്ങളുടെ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന വ്യാപകമാണ് എന്ന് നേരത്തെ തന്നെ എക്സൈസും പോലീസും കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിന് പരിസരത്തുള്ള ചില കടകൾ, ബേക്കറികളിലൊക്കെ കേന്ദ്രീകരിച്ച്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി പരിശോധനകൾ എക്സൈസും പോലീസും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഇപ്പോൾ സംസ്ഥാനം ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഉള്ള ഓപ്പറേഷനുകളുടെ ഭാഗമായി ഇത്തരം പരിശോധനകളൊക്കെ ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു വലിയ വെല്ലുവിളി ഈ സ്കൂളുകളുടെ പരിസരത്തുള്ള കടകൾ കേന്ദ്രീകരിച്ചല്ല ലഹരി വിൽപ്പന നടക്കുന്നത്. പകരം സ്കൂളുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ തന്നെ ഈ ലഹരി വിൽക്കുകയും അത് സ്കൂളുകൾക്കുള്ളിൽ ഉപയോഗിക്കുകയും ഇത് ഉപയോഗിച്ച് ക്ലാസ് റൂമിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കോഴിക്കോട് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട, അതായത് 9ാം ക്ലാസ്സുകാരി ഡ്രഗ് കാരിയറായി എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരം നമ്മുടെ സ്കൂളുകളിൽ ഇത് നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ ചില സ്കൂളുകളുമായും എക്സൈസ് ഉദ്യോഗസ്ഥരുമായും പോലീസുകാരുമായും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോ ഒന്നും കേന്ദ്രീകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കാനൊന്നും ശ്രമിച്ചില്ല. കാരണം അവരൊക്കെ എക്സ്പോസ്ഡ് ആകും എന്നുള്ള ഭയം അവർക്കെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളുടെ കാര്യം, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു
8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്നാണ് കഞ്ചാവ് പൊതി, അതും ഒന്നല്ല ഏതാണ്ട് 10 പൊതികൾ, 100 ഗ്രാം വരുന്ന 10 പൊതികളാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ കുട്ടി കാരിയറായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പുറത്താർക്കോ കൊടുക്കാൻ വേണ്ടി സുരക്ഷിതമായ ഒരു മാർഗമായി സ്കൂൾ ബാഗുകളെ കാണുന്നു. അപ്പോൾ സ്കൂളിനകത്തേക്ക് ഈ കുട്ടികളെ അവരുടെ ബാഗുകളിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ട്, അവർ അത് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടെത്താനോ അത് കർശനമായി അതിനെതിരെ നടപടികൾ എടുക്കാനോ ഇപ്പോൾ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സമയം ഭയപ്പെട്ടുകൊണ്ട് ഇപ്പൊ കണ്ടോ, സർക്കാരിന് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, നിയമപാലകർ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ സ്കൂളിന്റെ ഫ്രണ്ടിലെ പെട്ടിക്കടകൾ വ്യാപകമാണ്, ബേക്കറികൾ, പരിസരങ്ങൾ. കുട്ടികളെ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് ഒരു ചെറിയ പെൺകുട്ടിയെ കാരിയറായി ഉപയോഗിച്ച് ആ കുട്ടിയുടെ ഒരു അയൽവാസിയായ ചെറുപ്പക്കാരന് ഒരു പൊതി കൊടുക്കും. നിങ്ങൾ പറയും ഇത് പെട്ടിക്കട കൊടുത്താൽ നിനക്ക് പഴംപൊരിയും ചായയും കിട്ടും. ഈ കുട്ടിക്ക് ഇതെന്താണെന്നറിയില്ല. പെൺകുട്ടികളെ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ ക്ലാസിന്റെ ബാക്കിലെ ബെഞ്ചിൽ പെൺകുട്ടികൾ തളർന്നു കിടക്കുന്നു. അപ്പൊ കുപ്പിവെള്ളത്തിൽ ഗുളികയിട്ടിട്ട്, മയക്കുമരുന്നിന്റെ ഗുളികയിട്ട് കുലുക്കിയാൽ ഒരു പിടുത്തവും കിട്ടൂല. കാലിൽ ഷോക്സ് ധരിക്കുന്ന കാലിന്റെ നെര്യാണിയുടെ ഭാഗം ഒരു ബ്ലേഡ് കൊണ്ട് ചെറുങ്ങനെ വരച്ചിട്ട് അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുക, ലഹരിയുടെ സ്റ്റിക്കർ. പെൺകുട്ടികൾ ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാഴ്ച. കാരണം പെണ്ണത് ചെയ്യില്ല എന്ന ആ ചിന്തയിൽ നിന്ന് മാഫിയ സംഘങ്ങൾ പെൺകുട്ടികൾ ഉപയോഗിക്കുക, അതുവഴി അവരുടെ ശരീരം വിൽക്കുക. ബാംഗ്ലൂരിലൊക്കെ നടക്കുന്ന വ്യാപകമായ കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്താണ് പരിഹാരം? ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, എല്ലാറ്റിനെയും മറച്ചു വെക്കുന്നു എന്നതാണല്ലോ പ്രശ്നം. എങ്കിലുള്ള പരിഹാരം ചുറ്റും കറുത്ത തമോമയമായ മുറ്റുമിരവിതിൽ ഏകാകിയാണ് ഞാൻ, കൂട്ടിന് തോയനില്ലായികയാൽ എന്നിദ്ര പറന്നുപോയഹോ. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ വീട്ടിൽ ആരുമില്ല. അല്ലാ, തണുപ്പുള്ള രാത്രി എനിക്ക് വ്യഭിചരിക്കാം, പക്ഷേ നാഥ ഞാൻ നിന്നെ ഭയപ്പെടുന്നു. രാജകൊട്ടാരം യൂസുഫ് നബിയെ സുലേഖ വ്യഭിചരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. വീടിന്റെ ഉള്ളിൽ കയറി, റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടു. യൂസുഫ് നബിക്ക് അവസരം മനസ്സിലായി. അദ്ദേഹം തിരിഞ്ഞോടി. സുലേഖ അദ്ദേഹത്തിന്റെ കുപ്പായം പിടിച്ചു. ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞു പോന്നു. വ്യഭിചരിക്കാൻ തുനിഞ്ഞ ചെറുപ്പക്കാരനോട് ഇത്തക്കില്ല എന്ന് ചോദിച്ചു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആര് കണ്ടാലും ആര് കേട്ടില്ലെങ്കിലും അറിഞ്ഞാലും പറഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നു. ഈ ബോധമില്ലാതെ ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. ഞങ്ങൾ കഞ്ചാവടിക്കാത്തത്, ഞങ്ങൾ മദ്യപിക്കാത്തത് അല്ലാഹനെ പേടിച്ചിട്ടാണ്. അറബ് ജനത മദ്യപിച്ചിരുന്നു, അറബ് ജനത വ്യഭിചരിച്ചിരുന്നു. പക്ഷേ അല്ലാഹുവിൽ വേരൂന്നിയപ്പോ, അവർ റബ്ബിലേക്ക് മടങ്ങിയപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന ആയത്തിറങ്ങി 5-ാം അധ്യായം 90-91. നിങ്ങളൊരു ചോദ്യം, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ? മദ്യപാനം നിർത്താറായില്ലേ? അല്ല ചോദിച്ചു. അവർ ഫുൾ സ്റ്റോപ്പ് ചെയ്തു. അല്ലാഹ് പറയണേ വേണ്ട, അല്ലാഹനെ പറ്റി പഠിപ്പിക്കേ. പട്ടാളത്തെ പറ്റിയല്ല, പോലീസിനെ പറ്റിയല്ല, അല്ലാഹനെ പറ്റി പഠിപ്പിക്കേ. കള്ള് വിരോധിച്ചു എന്ന ആയത്തിറങ്ങിയപ്പോ റസൂലുള്ള പറയാണ്, അവിടെ സഅദ് റളിയല്ലാഹു, അമ്മാർ, യാസിർ, തൽഹ എല്ലാവരും മദ്യം നിരോധിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾ മദ്യത്തിൽ, ഞങ്ങളുടെ ഷർട്ടിൽ മദ്യമുറ്റി, അത് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു, വായിലേക്ക് കൈയിട്ട് മദ്യം ഞങ്ങൾ ഛർദ്ദിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് വേണ്ട വേണ്ട, ഞങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു വേണ്ട എന്ന്. ഖംറി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മരവിപ്പിക്കുന്നത്, ബുദ്ധിയെ മറിച്ചു കളയുന്നത് എന്നാണ്. ആ ലഹരി ഞങ്ങൾക്ക് വേണ്ട. കുല്ലു മുസ്കിരിൻ ഹറാം, ഒരു ചെറിയ തോതിൽ അതുപോലെ ഹറാമാണ്, ഞങ്ങൾക്കിത് വേണ്ട. ആർണോൾഡ് ടോയംബി, ഓർത്തോളുക മോനെ, ഈ ക്ലിപ്പ് സവിശേഷമായി ലോകജനതയ്ക്ക് നൽകുക. ആർണോൾഡ് ടോയംബി, ആർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിലെഴുതി വെച്ചിരിക്കുന്നു, മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും മദ്യമുക്തമായ ഒരു രാഷ്ട്രത്തെ രൂപീകരിക്കുകയും ചെയ്തത് ആരെങ്കിലും അതിൽ വിജയിച്ചിട്ടുണ്ട്
ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്ര നിലയിൽ ജീവിച്ച പ്രവാചകനാണ്. ആ പ്രവാചകനാണ് ലോകത്ത് മദ്യം തിന്മയുടെ മാതാവാണെന്ന് പറഞ്ഞത്. കൊലപാതകത്തിന്റെ പിന്നിൽ, ആക്സിഡന്റുകളുടെ പിന്നിൽ, ബൈക്ക് ആക്സിഡന്റിന്റെ പിന്നിൽ, ഉത്സവങ്ങളുടെ പിന്നിൽ, ഓണത്തിന്റെ ദിവസം, ക്രിസ്മസിന്റെ ദിവസം, പെരുന്നാൾ ദിവസം, ന്യൂ ഇയറിന്റെ ദിവസം കോടിക്കണക്കിന് മദ്യങ്ങളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അതില്ലാത്ത ഒരു ലോകം അതുണ്ടാകണമെങ്കിൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ഒന്നു ചേരേണ്ടതുണ്ട്. അള്ളാഹുവിനെ പേടിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 2-3 ഖുർആനിക വചനം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നരകത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. 92-ാം അധ്യായം 14-ാമത്തെ വചനം, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത്. 2-ാം ഉമർ എന്ന് വിളിക്കപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് മെഹ്റാബിൽ വെച്ച് ഇമാമത്ത് നിന്ന് നെഞ്ചത്ത് കൈകെട്ടി ഈ വചനമോദി ബോധരഹിതനായി നിലത്ത് വീണു. നരകത്തിന്റെ ഭയാനകത ഓർത്ത് ബോധരഹിതനായി നിലത്ത് വീണു. പെൺകുട്ടികളെ, ആൺകുട്ടികളെ, യുവാക്കളെ, യുവതികളെ, ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് സുന്ദരനായിരുന്നു, രാജ്യം ഭരിച്ച ആളായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. നരകത്തെ കുറിച്ച് ഓർത്ത് കരയുകയാണ്. നിങ്ങൾക്ക് നരകം അത് പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോഴേ മനുഷ്യർ നന്നാകൂ. 2 ഗൗരവമായ കാര്യം. 2-ാമത്തേത് ഫുളൈൽ ഇബ്നു ഇയാദ്, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, 50-ാം അധ്യായം 16. വ്യഭിചരിക്കാൻ പോവുകയായിരുന്നു. മതിലിനപ്പുറത്ത് കാലെടുത്ത് വെച്ചിട്ട് തിരിച്ചിങ്ങോട്ടിട്ട് ജീവിതത്തിൽ ഒരിക്കലും കാമുകിയുമായി ബന്ധപ്പെടില്ലെന്ന് തീരുമാനിച്ചു. ഇസ്ലാമിനല്ലാതെ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്നുണ്ട്, 25 കൊല്ലം കൊണ്ട് ഈ സമുദായം എങ്ങനെ മാറി? നരകത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് എന്നാണ്. നരകത്തിലേക്ക് പോകുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല എന്താ നീ നരകത്തിൽ പോയത് എന്ന് ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കും. അപ്പൊ അവർ പറയും സൂറത്ത് മുദ്ദസ്സിറാണ്. അത് ശരിക്ക് കേട്ടോളിട്ടോ യുവതികളും യുവാക്കളും. അതിൽ പറയുന്നത് സൂറത്ത് മുദ്ദസ്സിർ 74-ാം അധ്യായം 39, അനിൽ മുജ്രിമീൻ മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ ഫകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ശരിക്ക് കേട്ടോ, എന്താ നരകത്തിൽ പോയത്? പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കൂലായിരുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂലായിരുന്നു. കഞ്ചാവും കള്ളടിച്ച പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ മൂടുണ്ടാവുമോ? അടുത്ത വാചകം എന്താ അറിയോ? ഭൂലോക ചെറ്റകളുടെ കൂടെയായിരുന്നു എൻ്റെ ജീവിതം. എന്താണ്? പരലോകത്ത് പറയാണ് കൂട്ടുകാരികളൊക്കെ ചെറ്റകളായിരുന്നു. കൂട്ടുകാരൊക്കെ ചെറ്റകളായിരുന്നു. അതുകൊണ്ടാണ് നരകത്ത് പോയത്. ഈ സൂറത്ത് ഫുർഖാനിലൊരു വചനുണ്ട്, വയൗമ യഉദ്ദുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനി ദിക്ർ. നോക്കൂ, 25-ാം അധ്യായം 27, 28, 29, 30. അതിലെന്താ പറയുന്നറിയോ? അക്രമി പരലോകത്ത് വെച്ച് കൈകടിക്കും. അതുകൊണ്ട് വിലാപം എന്താ അറിയോ? നല്ല കൂട്ടുകാരനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പം നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നല്ലവരുമായിട്ടാണെന്ന് ബാപ്പ പരിശോധിക്കണം, ബോധ്യപ്പെടണം. സ്കൂളിൽ ചെന്ന് അധ്യാപകർ ചോദിച്ചു ഇവൻ്റെ കൂട്ടുകാരാരാണ്, ഇവൻ എവിടെയാണ് പോകുന്നത്? ഇപ്പം സാധാരണ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ വൈകുന്നേരം വന്നാൽ ഞാനിപ്പോൾ വരട്ടെ ഉമ്മാന്നറിയോ? ചോദിക്കണം എങ്ങോട്ടാണ്, ഇന്ന സ്ഥലത്തേക്ക് വിളിക്കണം. ഞാൻ നല്ലൊരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഫോൺ വിളിച്ചിട്ട് ഓൻ്റെ അടുത്ത് കൊടുക്കുക അറിയാം. എന്നിട്ട് അവനെ സംസാരിക്കുക, ഉറപ്പ് വരുത്തുക മോൻ നല്ലയിടത്താണോ നിൽക്കണത്. പോയി നോക്കുക, മോൻ പോകുന്ന സ്ഥലം പറഞ്ഞല്ലോ അവിടെ ഉണ്ടോ നോക്കുക. അവിടെ ഒക്കെ അരിച്ചു പെറുക്കിയിട്ട് നിന്നെ കണ്ടില്ലേലോ എന്ന് രാത്രി പറയുമ്പോൾ ഓനൊരു ബോധം ഉണ്ടാവും, എൻ്റെ ഉപ്പ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ ഉപ്പ എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, എനിക്ക് നന്നാകണം, കേടിരാൻ പറ്റൂല. ഈ ജാഗ്രത ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വെച്ച് പുലർത്തിയാൽ, ഞാൻ വെച്ച് പുലർത്തിയാൽ അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു പ്രസംഗം ഇവിടെ വേണ്ടി വരില്ല. 2-ാമത്തൊരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം അബു ഹനീഫയുടെ കാലം. ഇതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം. ഇതെന്താ അറിയോ? അപ്പം ഇതൊക്കെ കേട്ട് ഇവിടുന്ന് പോയാൽ മതിയോ? ഞാൻ നിൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചടാ, കഞ്ചാവിനെതിരെ നമ്മൾ എത്ര കാലമായി പ്രസംഗം, നീ പോയിട്ട് ഒരുത്തനെ കഞ്ചാവ് കൃഷി എടുത്ത് ഒരുത്തനെ നന്നാക്കിക്കോ, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടോ നിനക്ക്? അവൻ പറഞ്ഞു അതില്ല. എന്നാലേ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അയൽവാസി മുഴുകുടിയനായ ഒരുത്തൻ, മദ്യപാനി, ഭയങ്കര ശല്യമായിരുന്നു എല്ലാവർക്കും. ഉമ്മാക്ക് വെറുപ്പ്, ഭാര്യക്ക് വെറുപ്പ്, മക്കൾക്ക് വെറുപ്പ്. മാസ് പെറ്റീഷൻ പോയി, ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞിട്ട് മാസ് പെറ്റീഷൻ. പോലീസുകാരവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട്. എനിക്ക് ശരിക്കും ശ്രദ്ധിച്ചിട്ടോ, ഇതിൻ്റെ സംഘാടകരോടാണ് ഞാൻ പറയുന്നത്, വിദ്യാർത്ഥി സംഘടനയോടാണ് ഞാൻ പറയുന്നത്, യൂത്തിനോടാണ് ഞാൻ പറയുന്നത്. അബു ഹനീഫ ജീവിച്ചിരിക്കെ തൊട്ടയൽപ്പക്കത്തുനിന്നൊരു മുഴുകുടിയൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാ. കാരണം ഇമാം അബു ഹനീഫ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ 1-ാമത്തെ ആളാ.
ഈ ഇമാം അബൂ ഹനീഫക്ക് ഭയങ്കര ടെൻഷനായി അന്ന് രാത്രി, ഇതുപോലെ നമുക്കൊക്കെ ഉണ്ടാകണമെന്ന്. എന്നിട്ട് അദ്ദേഹം ഉറങ്ങിയില്ല. വലത്തോട്ട് ചരിയും ഇടത്തോട്ട് ചരിയും, കുറച്ച് നടക്കും. ഈ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ട്, ഒരൊറ്റ മദ്യപാനിയെ കുറിച്ച് ആലോചിച്ചിട്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ചിട്ട് ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് ഇമാം അബൂ ഹനീഫ ചെല്ലുകയാണ്. എന്നിട്ട് ഇമാമിനെ കണ്ടപ്പോൾ തന്നെ അവർ ചാടി എണീറ്റു. എന്താ നിങ്ങൾ ജയിലിലേക്ക്, നിങ്ങൾ എന്തിനങ്ങോട്ട് വന്നത്? അതോ എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് നിന്ന് ഒരുത്തനെ ഇന്നലെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തില്ലേ കള്ളുടിയനെ, ഒന്ന് എനിക്ക് വിട്ടു തന്നാൽ ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇമാം അവർകൾ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരന്റെ ഷോൾഡറിൽ ഇമാം അബൂ ഹനീഫ കൈവച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ നിന്റെ ഉമ്മ ഇന്നലെ കിടന്നുറങ്ങി, അൽഹംദുലില്ലാഹ്. മോനില്ലാത്തതിന്റെ പേരിൽ, മോനുള്ളതിന്റെ പേരിലല്ല, മോനില്ലല്ലോ എന്നോർത്ത് അൽഹംദുലില്ലാഹ്. നിന്റെ കൂടെ കിടന്ന ഭാര്യ അൽഹംദുലില്ലാഹ്, നിന്റെ ബീജത്തിൽ പറഞ്ഞ മക്കൾ അൽഹംദുലില്ലാഹ്. കള്ളുകുടിയനായ നിന്നെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. എന്തിനാടാ ഈ ഭൂമുഖത്ത് ജീവിതം, എന്തിനാ മോനെ ഈ ജീവിതം? ആർക്കും വേണ്ടാത്ത 10 മാസം നൊന്ന് പ്രസവിച്ച ഉമ്മ നിന്നെ തള്ളിപ്പറയുന്ന നിന്റെ ജീവിതം എന്തിന്? ഇനിയെങ്കിലും നിനക്ക് നന്നായിക്കൂടെ? എന്താടാ ഇത് എന്നൊരൊറ്റ ചോദ്യം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നന്നായി. ഇമാം അബൂ ഹനീഫ ഉപദേശ പയ്യൻ നന്നായി. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ഏറ്റവും വലിയ ആലിമായി. ഇനി മനസ്സ് തട്ടി ഞാൻ ചോദിക്കുകയാണ് വിഷ്ടത്തോടാണ് എൻ്റെ ചോദ്യം. മദ്യപാനിയിൽ നിന്ന് ഒരാളെ മോചിപ്പിച്ച ഓർമ്മയുള്ള ഒരാൾ കൈവന്തിക്ക്. മദ്യപാനത്തു നിന്ന് ഓനെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പെരിന്തൽമണ്ണ. ജമാൽ ചെറുവാടിയും ഹാരിസ് ഇബ്നു സലീമും ഈ ഉള്ളവനും മറ്റുള്ളവരൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഡി എഡിഷൻ സെന്ററാണ്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞങ്ങളെ വിളിക്കും. കഞ്ചാവിന് അടിമയാണ്, അവിടെ കൊണ്ട് 21 ദിവസം നിന്നാക്കാം. നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ അവിടെ. ഇനി എൻ്റെ ചോദ്യം എന്താ അറിയോ? അത് പറഞ്ഞ അവസാനം, ഇവിടുത്തെ സ്ത്രീകൾക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ഓരോ വീട്ടിലും നിങ്ങളൊന്ന് കയറി ഇറങ്ങി നോക്കി. പെണ്ണുങ്ങൾ ഇപ്പോൾ 2-3 സ്ത്രീകൾ ഓരോ വീട്ടിൽ. ഇവിടെ മോളുണ്ടോ? ഉണ്ട്. എന്താ മോളെ അവസ്ഥ? ഞങ്ങളിങ്ങനെ സ്കൂൾ പോകുന്ന കുട്ടികളുടെ ആയിട്ട് സംസാരിക്കാമോ? ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്ക്, ഭയങ്കര റിസൾട്ടായിരിക്കും. ഞാൻ എറണാകുളത്തൊരു പ്രസംഗം ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അറിയുന്നത് ആ പ്രസംഗം കേട്ടിട്ട് ഒരുത്തൻ കള്ളുകൂടി നിർത്തിയിട്ടുണ്ട്. കാരണം ആരൊക്കെ നിർത്തിയെന്ന് പ്രസംഗം കേൾക്കുന്നവൻ അറിയില്ല. അത് ഞാൻ അറിയുന്നപ്പോഴറിയോ, ജൗഹർ എനിക്കോട് മൂപ്പര് ഒരു പ്രസംഗത്തിൽ ഉദ്ധരിക്കുമ്പോൾ, അതായത് മദ്യപിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുക. അപ്പൊ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സ്വാഭാവികം, യുവാവേ നീ എങ്ങോട്ടാണ് പോണത് എന്നൊരു ചോദ്യം. ഞാൻ വേറൊരു കാര്യം പറയാൻ ചോദിച്ചാ, അപ്പൊ ഈ യുവാ വിചാരിക്കണം ഓനെ പറ്റിയാണ്. ഓൻ അവിടെ നിന്നു, ആ പ്രസംഗം ഫുള്ള് കേട്ടു. അങ്ങനെ എന്നേക്കുമായി ജീവിതത്തിൽ മദ്യം ഉപേക്ഷിച്ചു. ഓൻ നന്നായി. ഇത് ജൗഹർ എനിക്കൂട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന് റിസൾട്ട് ഇല്ല എന്ന് പറയരുത്. ആയിരക്കണക്കിന് ഏറ്റവും സന്തോഷമുള്ള റിസൾട്ട് കിട്ടിട്ടാണെന്ന്. ഏറ്റവും സന്തോഷം ഒരു മുസ്ലിമിനുണ്ടാകുക എന്താ? ഈ ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നീ കാരണമായി ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടുക. അങ്ങനത്തെ ഒരു വാർത്ത കാറിലിരുന്ന് കേട്ടിട്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറി. ഇതിനോളം വലിയ പുളകം വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും സ്നേഹിച്ച് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് പരിശ്രമിക്കുക. നന്നായിട്ട് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കണ്ടന്റ് ബാപ്പയും ഇമ്മയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട് പോകുന്നത്. സ്വന്തം മക്കളുടെ കൂടെ സ്നേഹിച്ചും താരാട്ടുപാടിയും അവരുടെ കൂടെ ഇരുന്നും അവർക്ക് വീട്ടിലിരിക്കാൻ മോഹം ഉണ്ടാവണം. ബാപ്പാൻ്റെ കൂടെ, ബാപ്പ വന്ന വാപ്പാൻ്റെ കൂടെ. ബാപ്പ ഉണ്ടെങ്കിൽ എങ്ങോട്ടും പോകില്ല മക്കൾ. ബാപ്പന്നെ അവരെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും, വാടാ നമുക്ക് നിസ്കരിക്കാൻ വാടാ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു വാപ്പാൻ്റെ കൂടെ വരി നമ്മളൊരു രോഗിയെ സന്ദർശിക്കാം. ഇങ്ങനൊന്നും നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ ചെയ്തു നോക്ക്, ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അതിന് ഈ സമ്മേളനം ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തനം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന് ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനികൾക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ. ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ആശ്വാസം നൽകട്ടെ. ലോസ് ഏഞ്ചലൻസിലും കാലിഫോർണിയയിലും ഒരുപാട് നിരപരാധികളും പാപങ്ങളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ അള്ളാഹു അവരെ രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ തീരുമാനമേ ലോകത്ത് നടപ്പുക. തീരുമാനത്തോട് പോസിറ്റീവായി പ്രതികരിക്കാനുള്ള ക്ഷമയും സഹനവും നമുക്കുണ്ടാകുമാറാകട്ടെ. നന്നായിട്ട് പ്രബോധനം നടത്താനും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.